Good morning, everyone. Welcome to Attendant Malayalam channel. This is Rindu Sebastian, and welcome to the Hindu editorial analysis of 20th December 2022. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ അനലൈസ് ചെയ്യാം. വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാന്ന് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു വിടാം. അതുപോലെ തന്നെ വൊക്കാബുലറി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് വിടണം. അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. 5 മിനിറ്റ് ലേറ്റ് ആയല്ലേ? അപ്പൊ എനിവേസ് നമുക്ക് താമസിപ്പിക്കേണ്ട, നമുക്ക് തുടങ്ങാം. എല്ലാ ദിവസമുള്ള സെഷനാണ്. രാവിലെ 8:30 മുതൽ 9:30 9:45 വരെ നമ്മൾ ഡിസ്കഷൻ ഒക്കെ ആയിട്ടൊക്കെ പോകും. അപ്പോൾ നമ്മുടെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ ഹിന്ദു എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യും. അതിനുശേഷം ഒരു ആർട്ടിക്കിൾ സെലക്റ്റഡ് ആയ ആർട്ടിക്കിൾ ഉണ്ടാവും. ആ ആർട്ടിക്കിൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിലെ വൊക്കാബുലറി, അതിപ്പോൾ വൺ വേർഡ്സ് ആയിക്കോട്ടെ, ഇഡിയംസ് ആയിക്കോട്ടെ, ഫ്രേസസ് ആയിക്കോട്ടെ, സിനോണിംസ്, ആന്റണിംസ്, കൺഫ്യൂസിംഗ് വേർഡ്സ്, റിലേറ്റീവ് വേർഡ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തോളും. അപ്പോൾ നമുക്ക് അതിനോട് അനുബന്ധിച്ച് നിങ്ങൾക്ക് അതിനുശേഷം നമ്മൾ ആർട്ടിക്കിൾ ഡീറ്റെയിൽ ആയിട്ട് വായിക്കും. അപ്പോൾ നിങ്ങളുടെ കോംപ്രിഹെൻഷൻ സ്കിൽസ്, നിങ്ങളുടെ ജനറൽ അവയർനെസ് ഒക്കെ നമുക്ക് കൂടും. ഒരുപാട് പോയിന്റ്സ് നമുക്ക് ഇതിലൂടെ കിട്ടും. നിങ്ങൾക്ക് സെന്റൻസ് സ്ട്രക്ചർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ സെന്റൻസ് കറക്റ്റ് ചെയ്ത് തരും. അതുകൊണ്ട് തന്നെ വൊക്കാബുലറി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആൻഡ് യുവർ റീഡിംഗ് സ്കിൽസ് കൂടും. അതുപോലെ തന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസും കൂടും. പിന്നെ ഞാൻ പറയണ്ടല്ലോ, വൊക്കാബുലറി പഠിച്ചാൽ നിങ്ങൾക്ക് എക്സാമിന് എപ്പോഴും ഗുണകരമാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ താമസിപ്പിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയലിലെ ആർട്ടിക്കിൾ ഏതൊക്കെയാ നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ കോട്ട് വെച്ച് തുടങ്ങാം. ഇന്നത്തെ കോട്ട് ഇതാണ്. സോ ടുഡേസ് കോട്ട്: your future is created by what you do today, not tomorrow. നമ്മൾ നാളത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല. നാളെ ഇസ് നോട്ട് എ പ്രോമിസ്, ടുമോറോ ഇസ് നോട്ട് എ പ്രോമിസ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ ഇന്ന് ചെയ്യുന്ന പ്രവൃത്തിയാണ്. അപ്പൊ ഇന്ന് ഞാനൊരു പ്രവൃത്തി സെറ്റാക്കി വെച്ചാൽ നാളത്തെ കാര്യം എളുപ്പമായി. എപ്പോഴും അങ്ങനെയാണ് അല്ലെ? ഇന്നൊരു സാധനം സെറ്റാക്കി വെച്ചാൽ നാളെ അത് കുറച്ചുകൂടെ ഈസി ആയി. സോ നമ്മളെപ്പോഴും ഇന്ന് എന്ത് ചെയ്യാം എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. നാളത്തേക്ക് ചെയ്യാം എന്നുള്ളൊരു മാറ്റി വെക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, പ്രൊക്കാസ്റ്റിനേഷൻ, അത് വേണ്ട. അല്ലെങ്കിൽ നമ്മൾ അതുപോലെ പോസ്റ്റ്പോൺ ചെയ്യുന്നൊരു പരിപാടി വേണ്ട കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇന്ന് ചെയ്യാനുള്ളത് ഇന്ന് തന്നെ ചെയ്യുക. അതിലോട്ട് മാറ്റം വരുത്താതിരിക്കാൻ ശ്രമിക്കാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ കണ്ടുപിടിക്കുന്ന അഡാപ്റ്റഡ് മലയാളം ചാനൽ നമുക്ക് ഡെയിലി ക്വിസസും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും ഒക്കെ കിട്ടുവാനായിട്ട്, ജോബ് അലേർട്സും ഇൻഫർമേഷൻ ഒക്കെ കിട്ടും. നമുക്കൊരു ആപ്പ് ഉണ്ട് കേട്ടോ, അഡാപ്റ്റഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യാത്തവര് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ, അതുപോലെ ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഡെയിലി ക്വിസസ് സബ്ജക്ട് വൈസ് ആയാലും എക്സാം വൈസ് ആക്കി അറ്റൻഡ് ചെയ്യാം, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം. അതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ മിസ് ഔട്ട് ആവാതെ കിട്ടും, കൃത്യമായിട്ട് കിട്ടും കേട്ടോ. അതുപോലെ ഓറിയന്റേഷൻ ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ആപ്പിലൂടെയാണ് കൃത്യമായിട്ട് കിട്ടുക. അപ്പോൾ അതെല്ലാം ഒന്ന് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് സൈൻ ഇൻ ചെയ്യുമ്പോൾ കേരള എക്സാംസിൽ സ്റ്റേറ്റ് എക്സാംസിൽ കേരള എക്സാംസ് വിളിക്കുകയാണെ, അത് മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ അഡാപ്റ്റഡ് മലയാളം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ, ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് എക്സാം ആണെങ്കിലും കേരള PSC ക്ലാസ്സുകളാണെങ്കിലും എല്ലാ ക്ലാസ്സുകളും ഇവിടെ കിട്ടും. അതുപോലെ എക്സാം അനാലിസിസ്, എന്താണ് മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അതുപോലെ എഡിറ്റോറിയൽ, കറണ്ട് അഫയേഴ്സ് എല്ലാം ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ആർട്ടിക്കിൾ ഏതൊക്കെയാന്ന് പറഞ്ഞില്ലല്ലോ, എന്നിട്ട് നമുക്ക് തുടങ്ങാം. ആർട്ടിക്കിൾ ഏതൊക്കെയാ വെച്ചാല്, ഇന്ന് ഒരു ആർട്ടിക്കിൾ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം വേൾഡ് കപ്പിന് ഭയങ്കര ആഘോഷമായിട്ട് നമ്മൾ അർജന്റീനയ്ക്ക് വേൾഡ് കപ്പ് കിട്ടിയത് ഭയങ്കരമായിട്ട് ആഘോഷിച്ചു അല്ലെ? എന്നാൽ ഇന്നത്തെ ആർട്ടിക്കിൾ വേൾഡ് കപ്പ് കിട്ടിയതിനേക്കാളും കൂടുതലായിട്ട് വേൾഡ് കപ്പിന്റെ കാരണഭൂതനായ മെസ്സിക്ക് വേണ്ടിയിട്ടാണ് ആർട്ടിക്കിൾ ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് മെസ്സി. ആൻഡ് മെസ്സി എന്ന ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരു ആർട്ടിക്കിൾ ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഇന്ന് കൊടുത്തിട്ടുണ്ട്. സോ അതാണ് ഇന്നത്തെ ആർട്ടിക്കിൾ. വേൾഡ് കപ്പുമായിട്ട് അർജന്റീനയ്ക്ക് വേൾഡ് കപ്പ് നേടിക്കൊടുത്ത മെസ്സിയെ പറ്റിയാണ് ഒരു ആർട്ടിക്കിൾ. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ വായിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ അത് ഒരുപാട് വായിച്ച് മനസ്സിലാക്കിയ കാര്യമായിരിക്കും. എനിവേ ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുള്ളി റിട്ടൺ ആർട്ടിക്കിൾ. നല്ല രസമായിട്ട് എഴുതിയ ഒരു ആർട്ടിക്കിൾ ആണ് കേട്ടോ. ഇറ്റ്സ് എ നെറേറ്റീവ് പെർസ്പെക്റ്റീവിലാണ്, പക്ഷെ ഒരു കഥ പറയുന്ന പോലെ പറഞ്ഞു പോകുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. നിങ്ങൾക്ക് വായിച്ചു വിടാം ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്. ഓഫ് കോഴ്സ് വൊക്കാബുലറി എല്ലാം നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇമ്പോർട്ടന്റ് ആയ വേറൊരു കാര്യമുണ്ട്. നമ്മുടെ ബയോഡൈവേഴ്സിറ്റി കൺവെൻഷൻ ഒരെണ്ണം നടന്നായിരുന്നു കേട്ടോ. നമ്മുടെ ബയോഡൈവേഴ്സിറ്റി നമ്മൾ ഇവ COP27 പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എത്ര ഇമ്പോർട്ടന്റ് ആണ് ക്ലൈമറ്റ് ചേഞ്ചിനെ നമ്മൾ ടാക്കിൾ ചെയ്യുക എന്നത് നമുക്ക് ഈ ആർട്ടിക്കിൾ വായിക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഡെയിലി നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ക്ലൈമറ്റിക് ചേഞ്ചും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ചെന്നൈ, ആന്ധ്രാപ്രദേശ് ഭാഗം, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ പല ഭാഗങ്ങളും, വിവിധ ഭാഗങ്ങളും പ്രസിപ്പിറ്റേറ്ററി റെയിൻഫോൾ വന്നു. ചെന്നൈയിലൊക്കെ സൈക്ലോൺ ഉണ്ടായി. ക്ലൈമറ്റ് ചേഞ്ചിന്റെ പ്രത്യേകത കൊണ്ടാണ്, ആ പ്രശ്നങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ മാറ്റം കാലാവസ്ഥയിൽ വന്നിരിക്കുന്നത് നമുക്ക് അടിപൊളി മനസ്സിലാകാൻ പറ്റും. അപ്പൊ അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ, ഇപ്പോൾ ഒരു കഴിഞ്ഞ ദിവസം ഒരു ബയോഡൈവേഴ്സിറ്റി കൺവെൻഷൻ വെച്ചു. അപ്പൊ അതിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് എ ആർട്ടിക്കിൾ ഫോർ ദ ഡേ. അപ്പൊ നമുക്ക് അതിനു മുമ്പ് നമ്മുടെ ഇഡിയംസ്, ഫ്രേസൽ വെർബ്സ്, വൺ വേർഡ്സ് ഒക്കെ നോക്കിവിടാം അല്ലേ? നോക്കിവിടാം. യെസ്. അപ്പോ ഗുഡ് മോർണിംഗ് പീപ്പിൾ എല്ലാവർക്കും. വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ്. ഉഷാറാണല്ലോ അല്ലെ എല്ലാവരും?
അതെ നമ്മുടെ എന്താ പറയാ 20-ാം തീയതി ആയിരുന്നു. ഇന്ന് നമുക്ക് എത്ര ദിവസമുണ്ട്? വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ നമുക്ക്. ഇനി പറയാനുള്ള ദിവസം എണ്ണിയിരിക്കാനാണെങ്കിൽ നമുക്ക് ആകെ 10 ദിവസം ഉണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ ന്യൂ ഇയർ വരുവാണ് അല്ലെ. ഒരു 2022 ഇവിടെ എന്താണ് വിരാമം ഇട്ടിട്ട് നമ്മൾ എന്താണ് വരവേൽക്കാൻ പോയിട്ട് 2023-നെ. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഒരു പുതിയ ന്യൂ ഇയർ വരാൻ പോവാണ്. ഈ ഒരു സമയം മുതലേ സെലിബ്രേറ്ററി ഒരു മൂഡിലോട്ട് നമ്മൾ വരുന്ന സമയം. പിന്നെ ക്രിസ്മസ് അതിന്റെ ഇടയ്ക്ക് അല്ലെ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഡിസ്കസ് ചെയ്തുവിടാം. ലിവ് അപ് ടു സംതിങ്. എന്താണ് ലിവ് അപ് ടു സംതിങ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ലിവ് അപ് ടു സംതിങ് എന്ന് പറഞ്ഞാൽ അച്ചീവ് വാട്ട് ഇസ് എക്സ്പെക്റ്റഡ്. നമ്മളെ അതിൽ ഒരാൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും ഇങ്ങനെ ആയിരിക്കണം അല്ലെ, നമ്മുടെ ഫാമിലിയിൽ ലിവ് അപ് ടു ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് യുവർ ഫാമിലി സ്റ്റേറ്റസ് അല്ലെ. കേട്ടോ, ഐ ഹാവ് ടു ലിവ് അപ് ടു, എനിക്ക് അത് ആ ലെവൽ വരെ ലിവ് അപ്പ് ചെയ്യണം അല്ലെ, അതെനിക്ക് അച്ചീവ് ചെയ്യണം. എന്താണോ എക്സ്പെക്ട് ചെയ്തേക്കുന്നത്, ആരും ആയിക്കോട്ടെ, സൊസൈറ്റി ആയിരിക്കാം, ഫാമിലി ആയിരിക്കും, വാട്ട് എവർ, ആരാണോ എക്സ്പെക്ട് ചെയ്തേക്കുന്നത് ആ കാര്യത്തോട്, ആ ലെവലിലോട് നമ്മൾ എന്ത് ചെയ്യണം, ആ ലെവലിനോട് നമ്മളൊന്ന് ആ ലെവൽ അച്ചീവ് ചെയ്യണം, ആ സ്റ്റാൻഡേർഡ് നമ്മൾ മീറ്റ് ചെയ്യണം. അതിനെയാണ് ലിവ് അപ് ടു സംതിങ് എന്ന് പറയാം. ഓക്കെ, അപ്പം ഇന്നിപ്പോ പറയുകയാണെങ്കിൽ മെസ്സി ഹാസ് ലിവ്ഡ് അപ് ടു ഹിസ് എക്സ്പെക്ടേഷൻ. അങ്ങനെ എന്താണോ നമ്മൾ എക്സ്പെക്ട് ചെയ്തത്, അർജന്റീന എക്സ്പെക്ട് ചെയ്ത അതിൽ പുള്ളിക്കാരൻ സാറ്റിസ്ഫൈ ചെയ്യിപ്പിച്ചു അല്ലെങ്കിൽ അച്ചീവ് ചെയ്തു എന്നുള്ള അർത്ഥത്തിലാണ് ഇപ്പൊ ഈ ആർട്ടിക്കിൾ വന്നേക്കണേ. അപ്പൊ അതാണ് ലിവ് അപ് ടു സംതിങ്, അച്ചീവ് വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് എന്നാണ് ഇഡിയമായ ലിവ് അപ് ടു സംതിങ് എന്ന് പറയുന്നതിന്റെ അർത്ഥം. അടുത്തത് സെറ്റ് അപ്പ്. സെറ്റപ്പ് ഒരുപാട് തവണ വന്നിട്ടുണ്ട്, ഇന്നലെയും ഡിസ്കസ് ചെയ്തു. സെറ്റപ്പ് ഏതാണ്? എസ്റ്റാബ്ലിഷ് ചെയ്യാന്ന് പറയും. സെറ്റപ്പ് എ നെയിം എന്നപോലെ സെറ്റ് അപ്പ് നെയിം, സെറ്റ് അപ്പ് ലെഗസി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ സെറ്റപ്പ് ബിൽഡിംഗ്, സെറ്റപ്പ് എന്താണ് ബിസിനസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും. ബിൽഡ് ചെയ്യുക, എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട് സെറ്റപ്പ് അല്ലെ. സെറ്റപ്പ് എന്ന വാക്കിന്റെ അർത്ഥം എസ്റ്റാബ്ലിഷ്, ബിൽഡ് എന്നൊക്കെ ഉണ്ട്. അടുത്ത നോക്കിയ ഫ്രേസ് വീണ്ടും ഇഡിയമാണ് ഇൻ ദ തിക്ക് ഓഫ്. ഇൻ ദ തിക്ക് ഓഫ്, ഇപ്പൊ ഇന്ന് പറയാം മെസ്സി വാസ് ഇൻ ദ തിക്ക് ഓഫ് ആക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആർട്ടിക്കിൾ കൊടുത്തേക്കുന്നത്. സോ ഇൻ ദ തിക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ഡീപ്ലി ഇൻവോൾവ് ഇൻ സംതിങ്. ഇൻ ദ തിക്ക് ഓഫ് സംതിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയിരിക്കുകയാണ്. നമുക്ക് വേറെ ആരും നമ്മളെ എന്താ പറയുക വ്യതിചലിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ യു ആർ സോ മച്ച് ഇൻവോൾവ് ഇൻ ടു ഇറ്റ്, യു ആർ വെരി മച്ച് ഇൻവോൾവ് ഇൻ ടു സംതിങ്. അതിനെ നമുക്ക് പറയാം ഇൻ ദ തിക്ക് ഓഫ് എന്ന് പറയാം. ഇൻ ദ തിക്ക് ഓഫ് ഒരു ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ആണ്, ഓർത്തോളം. ഇൻ ദ തിക്ക് ഓഫ്, ഡീപ്ലി ഇൻവോൾവ് ഇൻ സംതിങ് എന്നാണ് അർത്ഥം, ഓർത്തോളം. ഓക്കെ ഓക്കെ, ഓർത്തോളം. ആൻഡ് ഒരു വൺ വേർഡ് കൂടെ നോക്കിക്കോ, അനക്രോണിസ്റ്റിക്. അനക്രോണിസം കേട്ടിട്ടുണ്ടോ? അനക്രോണിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ പീരിയഡ് അതർ ദാൻ ബീങ് പ്രൊട്രേഡ്. നേരത്തെ ഉള്ള ഏതൊരു പീരീഡാ, ഇപ്പൊ ഉള്ള പീരീഡ് അല്ല. അനക്രോണിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ചില മൂവീസ് ഒക്കെ ഇപ്പൊ നമ്മൾ കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ആ മൂവിയിൽ അനക്രോണിസം ഉപയോഗിച്ചിട്ടുണ്ട്. അനക്രോണിസം എന്ന് പറയുന്ന ഒരു ഐഡിയോളജിയാണ് ഇൻ വിച്ച് നമ്മൾ ഏതാണോ പീരീഡ്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പീരീഡ്, ടൈം പീരീഡ്, ആ പീരീഡിൽ നിന്ന് മുൻപ് നേരത്തെ ഉള്ള ഏതോ കാര്യങ്ങളെ പറ്റി പറഞ്ഞു. ഇപ്പൊ ഹിസ്റ്റോറിക് മൂവീസ് ഒക്കെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം നമ്മുടെ പീരിയഡ് മൂവീസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് മറ്റേ ഈ RRR ഒക്കെ ഒരു പീരിയഡ് മൂവിയാന്ന് പറയാം. അതായത് പഴയ ഒരു പീരീഡ്, ഒരു ടൈം പീരീഡ് ആണ് എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്കിപ്പോ ബാഹുബലി ഒക്കെ എടുക്കുവാണെങ്കിൽ ഭയങ്കര വേറൊരു പീരീഡാണ് കാണിച്ചു തരുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ഉള്ള ഒരു 2022 21st സെഞ്ചുറിയെ പറ്റി അല്ല പറയണേ. അപ്പൊ അങ്ങനെയുള്ള ഇതിനെയാണ് അനക്രോണിസം എന്ന് ഇസം വാക്ക് പറയാം, ഐഡിയോളജി. എന്നാൽ അനക്രോണിസ്റ്റിക് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആണ്. ഇത്രേ ഉള്ളൂ, ബിലോങ്ങിങ് ടു എ പീരിയഡ് അതർ ദാൻ ബീങ് പോർട്രേഡ്. ഇപ്പൊ പോർട്രേ ചെയ്ത പീരീഡ് അല്ല, അതിനേക്കാൾ മുമ്പുള്ള ഒരു പീരീഡ് ആണ്. എസ്പെഷ്യലി ഒന്ന് ആലോചിച്ച് നോക്കുക, അതിപ്പോ നമുക്ക് ഔട്ട്ഡേറ്റഡ് ആണ്, ഓൾഡ് ഫാഷൻഡ് ആണ് എന്നൊക്കെയാണ് നമ്മൾ അതിന്റെ മീനിങ് പറയാം. വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട് ഇത്. അപ്പൊ ഓർത്താൽ മതി, അനക്രോണിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ബിലോങ്ങിങ് ടു എ പീരിയഡ് അതർ ദാൻ ബീങ് പോർട്രേഡ്. ഇത് ഞാൻ ഒരു തവണ നമുക്ക് വൊക്കാബിന്റെ ഒരു ചോദ്യം വന്നിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരുന്നു. അപ്പൊ ഞാനിത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇത് എഡിറ്റോറിയൽ ഒരു തവണ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ അനക്രോണിസ്റ്റിക് നമ്മൾ ഒരു തവണ കൂടി ഡിസ്കസ് ചെയ്ത് എപ്പോഴാന്ന് വെച്ചാല് എന്റെ ടെലിഗ്രാം ചാനലിൽ ഞാൻ ക്വസ്റ്റ്യൻസ് ഇട്ടിരുന്നപ്പോഴും ഞാൻ അനക്രോണിസ്റ്റിക് ഇട്ട് തന്നിട്ടുണ്ട്. അനക്രോണിസം, അനക്രോണിസ്റ്റിക് എന്നുള്ളത് ഓർത്ത് വെച്ചോളാം. ഇസം എന്നാൽ ഡൗൺ ആണ് അല്ലെ, അഗ്നോസ്റ്റിക് എന്നൊക്കെ പറയില്ലേ. അപ്പം നമ്മള് ഈ STIC കൂടുതലും വരുന്നത് എപ്പോഴും എന്തിനാണ്? അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ വരുമ്പോഴാണ്. അത് മാത്രം ഒന്ന് ഓർത്തിരിക്കാം. ദാറ്റ്സ് ഇറ്റ്. ഇന്ന് വളരെ കുറച്ച് ഇഡിയംസ്, ഫ്രേസസ്, വൺ വേർഡ്സ് ഒക്കെ ഉള്ളൂ. അതൊന്ന് നോക്കിയോണേ. നമുക്ക് വേർഡ്സിലോട്ട് പോകാം. അതിന് മുമ്പിൽ സെന്റൻസുകൾ നോക്കട്ടെ. യെസ്, ലെറ്റ്സ് സീ. No need to live up to the expectations of the society. That's great. That's great. Living up to happiness ended up in choosing a career of a tutor, even there were many hindrances. Shammase, എനിക്കിട്ടാണോ രാവിലെ? അടിപൊളി. Argentina lived up to the expectations of the fans by winning the World Cup for Lionel Messi. Great.
അർജന്റീന പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നീ എഴുതി കൊള്ളാം പക്ഷെ കോണ്ടെക്സ്റ്റിലെ തെറ്റല്ലേടാ. അർജന്റീന അല്ല ലിവ് അപ്പ് ചെയ്തു, മെസ്സി ലിവ്ഡ് അപ്പ് ടു ആണ് അല്ലെ? അങ്ങനെ ഉണ്ട് നന്ദീഷ്, അത് തിരിച്ചണ്ടേ. മെസ്സി ലിവ്ഡ് അപ്പ് ടു ദ എക്സ്പെക്ടേഷൻ ഓഫ് ദ ഫാൻസ് ബൈ വിന്നിംഗ് ദ വേൾഡ് കപ്പ് ഫോർ അർജന്റീന. അർജന്റീനയ്ക്ക് വേണ്ടിയിട്ട് മെസ്സി അല്ലേ ഇത് ചെയ്തത്, അപ്പൊ മെസ്സി ലിവ് അപ്പ് ടു ഹിസ് എക്സ്പെക്ടേഷൻ എന്ന് കൊടുക്കണം കേട്ടോ, ലിവ് അപ്പ് ടു കൊടുക്കണം. അപ്പൊ അത് കറക്റ്റ്, കോണ്ടെക്സ്റ്റ് ഗ്രാമാറ്റിക്കലി കറക്റ്റാ. ആരതി ഗുഡ് മോർണിംഗ്. You should in thick of your studies. You should be in the thick of your studies. You should be, അവിടെ വെർബ് എവിടെ? You should be. should എന്ന് പറയുന്ന ഓക്സിലറി വെർബ് മാത്രം, അതിന്റെ മെയിൻ വെർബ് വേണം be. You should be in the thick of your studies കൊടുക്കുക കേട്ടോ അമല, അല്ല അനുപമ. Yes, she is in the thick of relationship with him and no one can separate them. Okay, separate the spelling ശ്രദ്ധിച്ചോണേ, എപ്പോഴും വരുന്ന മിസ്റ്റേക്ക് ആണ്. SEPARATE, SEPARATE കേട്ടോ. Alright, ശ്രദ്ധിക്കാം. She is in the thick of setting up a new business. That's great. Be in the thick of your exam preparations and live up to your dream. That is great. All has done by living up to anyone. All has done to. All has to. All he has done. അതാണ് ഉദ്ദേശിക്കുന്നത്. All he has done or all I have done എന്ന് നമ്മൾ പറയില്ലേ, എന്താണോ അവൻ ചെയ്തതെന്ന് വെച്ചാൽ live up to anyone എന്നുള്ള അർത്ഥത്തിലാണ്. Achieve what is expected by anyone, ആരും ഒരാൾ. അപ്പൊ അവിടെ ഓൾഡ് കൂടെ ഒരിക്കലും, ഓൾ പ്ലൂറൽ അല്ലേ ഗുരുദാസേ, അപ്പം അവിടെ ഒരു പ്രശ്നമുണ്ട്. ഓൾ ഇറ്റ് ഹസ് ഡൺ എന്നോ ഓൾ ദാറ്റ് ഹസ് ഡൺ എന്നോ അങ്ങനെ വരണം, അപ്പോഴേ ഗ്രാമാറ്റിക്കലി അത് കറക്റ്റ് ആവാം. അബ്സല്യൂട്ട് ഐഡിയ കൺസിഡേർഡ്, പ്ലൂറൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് മനസ്സിലായോ? കൗണ്ടബിൾ നൗൺ കൂടെയാണ് പ്ലൂറൽ, അതിപ്പോ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലാതെ ഓൾ ഉപയോഗിക്കുമ്പോൾ അതിനോട് നമ്മൾ സിംഗുലർ കൊടുക്കരുത് കേട്ടോ. ഓൾ ഹാസ് ഡൺ ബൈ ലിവിംഗ് അപ് ടു മീനിങ് ഇല്ല, അതുകൊണ്ടാണ്. അബ്സല്യൂട്ട് ഐഡിയ കൺസിഡേർഡ് അനക്രോണിസ്റ്റിക്. യെസ് യെസ്, അബ്സല്യൂട്ട് ഐഡിയ കൺസിഡേർഡ് അനക്രോണിസ്റ്റിക്. ഓക്കെ, absolute idea is considered, subject to passivization ഇവിടെ വേണം. absolute idea is considered anachronistic എന്ന് പറയണേ ഷമാസെ, ഗ്രാമർ കറക്റ്റ് ആവണമെങ്കിൽ. ടേൺ ഔട്ട് ഞാൻ പറഞ്ഞില്ല അല്ലെ, സോറി ഫോർ ദാറ്റ്. ടേൺ ഔട്ട്, യെസ്, ടേൺ ഔട്ട് ഞാൻ വിട്ടുപോയല്ലോ. എന്താ അറിയണ്ടു ഇത്? ടേൺ ഔട്ടിന്റെ പ്രത്യേകത വെച്ചാല് നമ്മൾ കേട്ടിട്ടുണ്ടോ, ഇറ്റ് ടേൺ ഔട്ട് വെൽ, പ്രൂവ് ടു ബി ദ കേസ്, അതാണ് ടേൺ ഔട്ടിന്റെ അർത്ഥം, പ്രൂവ് ടു ബി ദ കേസ്. ഒന്ന് വേറെ ടേൺ ഔട്ട് ചെയ്തു, ഫൈനലി ദ എവിഡൻസ് ടേൺ ഔട്ട്, എമർജ് ചെയ്തു, ബി നോൺ റിവീൽ ചെയ്യപ്പെടുക, അതിനും ടേൺ ഔട്ട് പറയും. രണ്ടർത്ഥം ഉണ്ടല്ലോ ടേൺ ഔട്ടിന്, പ്രൂവ് ടു ബി ദ കേസ് അല്ലെങ്കിൽ എമർജിയ. എമർജിയ മീൻസ് ബി നോൺ, വരിക, ഫൈനലി യു ടേൺഡ് ഔട്ട് എന്നൊക്കെ പറയില്ലേ, വന്നോ എന്ന് പറയില്ലേ, ആ അർത്ഥത്തില്. അപ്പൊ അല്ലെങ്കിൽ പുറത്തോട്ട് വരിക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ എന്ത് പറയാ, ടേൺ ഔട്ട് എന്ന് പറയാം. ഓർത്തോണം, ടേൺ ഔട്ട്. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചോണം. അടുത്തത് നോക്കട്ടെ. ഐ വോണ്ട് ടു ലിവ് അപ്പ് മൈ ഡ്രീംസ്. അല്ല ദൃശ്യം അവിടെയാണ്. ലിവ് അപ്പ് ടു വേണം, അവിടെ ടു ഇട്ട് പോലെ. ഐ വോണ്ട് ടു ലിവ് അപ്പ് ടു മൈ ഡ്രീംസ് ടു ഷോ ഹിം ഹൂ ഐ ആം. ഹൂ ഐ ആം അത് മതി. ഹൂ ഐ ആം to the I want to live up to my dreams to show who I am to the people never expect. അവിടെ ഒരു പ്രശ്നമുണ്ട്, അവിടെ ശ്രദ്ധിക്കാം. മൊത്തത്തിൽ ഒരു മാറ്റം ഉണ്ടല്ലോ, ദൃശ്യം ശ്രദ്ധിച്ചോ. I want to live up to my dreams to show those who never expect who I am എന്ന് കൊടുത്തോ. അങ്ങനെ ആകുമ്പോൾ അത് കറക്റ്റ് ആവും കേട്ടോ. those who never expect who I am എന്ന് കൊടുക്കും. ക്ലിയർ? അത് ശ്രദ്ധിച്ചു കൊടുത്തേ. മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ഇൻ കേരള in thick of football is അല്ല, most of the people in Kerala are in thick of football. എടുക്കണേ ഷൈനി, അവിടെ വെർബ് മിസ്സിംഗ് are in thick of football കൊടുക്കാം. I'm in thick of learning vocabulary. Regin, that's great. Newly invented scooter battery lives up to 100 kilometer in one charging. That's great. It takes courage. Nandana, it takes courage to grow up and turn out to be who you really are. It takes, subject it അല്ലേ, അപ്പൊ അതനുസരിച്ച് verb s കൊടുത്ത് സിംഗുലർ വേണ്ടേ. He teased her by saying that she was living in an anachronistic period. That's great. മെസ്സിയുടെ ലാസ്റ്റ് വേൾഡ് കപ്പ് അല്ലേ മിസ്സേ, ഇത്തവണ മെസ്സിക്ക് വേണ്ടി ആ കപ്പ് ഉയർത്തണം എന്ന വാശിയിൽ ആ ടേം സർവം അത് കളിച്ചു, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ, ഓക്കെ, നീ ഉദ്ദേശിച്ച് എനിക്ക് മനസ്സിലായി. ഞാൻ പറയായിരുന്നു അർജന്റീനയ്ക്ക് വേണ്ടി മെസ്സി അല്ലേ കപ്പ് കൊണ്ടുപോയത്, അതായത് പറഞ്ഞ അർജന്റീന മെസ്സിക്ക് വേണ്ടി, രണ്ട് രീതിയിലും പറയാല്ലേ, അർജന്റീന മെസ്സിക്ക് വേണ്ടി കപ്പ് കൊടുത്തു എന്നും മെസ്സി അർജന്റീനയ്ക്ക് വേണ്ടി കൊടുത്തു എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. ഉദ്ദേശിച്ച കറക്റ്റ് ആണ്, ഞാൻ പക്ഷെ ഉദ്ദേശിച്ച് മനസ്സിലായത്. ലിറ്ററലി പുള്ളിയാണല്ലോ കളിച്ചത്, സോ ഗ്രാമാറ്റിക്കലി ആൻഡ് കോണ്ടെക്സ്റ്റുവലി കറക്റ്റ് ആക്കിയതാണ് ഞാൻ. Remember is in the thick of teaching English. Yes, I am. Sorrel, good morning. Yes. You should set up a cutting edge technology to talk up to the growth of the company. All right, that's great.
His obsession was turned out to strangle her in the thick of judgment. That's great. The film turned out to a success. Turned out to a success അല്ല, turned out to be a success. To be a success. കേട്ടോ? The film turned out to be a success. FIFA World Cup 2022 turns out to be the last World Cup of many football legends, including Messi and Ronaldo. Yes. The person who was seemed to be so innocent in the case turned out to be the guilty in the case. That's great. When I was watching the movie Nun, comma കൊടുക്കണം അവിടെ എന്താണ് അനുവേ comma, I was in the thick of environment of it. All right, that's great. A Malabar region is highly in thick of football. Yes. This session set up to be fortified at English. This session past tense. Okay, fine. All right. Translate in the Malayalam English words ഇവിടെ നിന്ന് refer ചെയ്യാം. Translate in the Malayalam words അത് നമ്മുടെ glossary of English terms ഉണ്ട്. glossary of legal terms ഉണ്ട്. അതിലത് നോക്കിയാൽ മതി കേട്ടോ. അങ്ങനെ ഒരു PDF legal termന്റെ ഇവിടെ കിട്ടുമല്ലോ, നമ്മുടെ സൈറ്റിൽ തന്നെ കിട്ടും. glossary of legal terms എന്ന് പറഞ്ഞാൽ അതിൽ നോക്കിയാൽ മതി കേട്ടോ. ഹല Leo Messi turned out to be an omnipotent. Turn out അല്ല, turned out കൊടുത്തു, past tense കൊടുത്തു ഹർഷിത്, അല്ലെങ്കിൽ സിംഗുലർ വെർബ് അനുസരിച്ച് സിംഗുലർ കൊടുക്കുക, സബ്ജക്ട് സിംഗുലർ അനുസരിച്ച് വെർബ് സിംഗുലർ കൊടുക്കാം. കാരണം മെസ്സി ഒരാളല്ലേ, അപ്പം മെസ്സി എന്ന ആൾക്ക് ടേൺസ് ഔട്ട് കൊടുക്കാം പ്രസന്റ് ടെൻസിൽ, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് കൊടുക്കുക. ടേൺഡ് ഔട്ട് കൊടുത്തു, രണ്ടും കറക്റ്റാ. The company turned out as number 1 in the state. That's great. അപ്പോൾ നോക്കി പിള്ളേരെ, ഇത്രയും പേര് ലൈവിലുണ്ട്. What are you doing? Show me some love and support. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേ. ഞാൻ എപ്പോഴും പറയുന്നല്ലോ, ശരിക്കും ലിറ്ററലി പറയുന്ന പോലെ തന്നെ പകുതി പേര് പോലും ലൈക്ക് ഇട്ടിട്ടില്ല കേട്ടോ. That's so sad and disappointing. അപ്പോൾ നമുക്ക് പോവാം. മറക്കണ്ട, live up to something, set up in the thick of, turn out, anachronistic. ഇതാണ് നമ്മുടെ ഇന്നത്തെ one words, idioms and phrases. Moving on to നമ്മുടെ vocabulary. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുവാണ്, നമ്മുടെ SSC CHSLന്റെ ലാസ്റ്റ് ഡേറ്റ് ഫോർ അപ്ലിക്കേഷൻ വരുന്ന 4-ാം തീയതി, ജനുവരി 4-ാം തീയതി. അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. ഡിസംബർ മാസം തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ. കാര്യം നമുക്ക് കൃത്യമായിട്ട് പഠിക്കണം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫെബ്രുവരി മാർച്ചിനുള്ളിൽ എക്സാം വരുമെന്ന് പറയുമ്പോൾ ഫെബ്രുവരി എക്സാം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ വേണം നിങ്ങൾ പഠനം മുന്നോട്ട് പോകാൻ. അപ്പൊ അതനുസരിച്ച് പഠനം സെറ്റ് ആക്കണ്ടേ. അപ്പൊ നിങ്ങൾ അതൊന്ന് ഓർക്കുക. ഓൾറെഡി എക്സാം എഴുതി പ്രിപ്പയർ ആയവരാണെങ്കിൽ റിവിഷൻ തുടങ്ങിക്കോളുക. ഞാൻ പറഞ്ഞിട്ടുണ്ട്, സബ്ജക്ട് വൈസ് റിവിഷൻ, ടോപ്പിക് വൈസ് റിവിഷൻ തുടങ്ങിക്കോളുക. ആൻഡ് മോക്ക് ടെസ്റ്റുകൾ തകൃതിയായിട്ട് നടക്കട്ടെ പഠിച്ചു വരാണെങ്കിൽ. ഇനി ബേസ് മുതലേ കവർ ചെയ്യാനുള്ളവരാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. നമുക്ക് അതിനുവേണ്ടി ഒരു കോഴ്സ് ഉണ്ട്. SSC CHSL ക്ലാസ്സുകൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നിങ്ങൾക്ക് 2240 രൂപയ്ക്ക് ആഫ്റ്റർ ഡിസ്കൗണ്ട് കോഴ്സ് കിട്ടും. ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ADA24/7 ആപ്പ് വഴി, വെബ്സൈറ്റ് വഴി കയറുക, എന്നിട്ട് ക്ലാസ് എടുക്കുക. കേരള എക്സാംസിൽ, സ്റ്റേറ്റ് എക്സാംസിൽ കേരള എക്സാംസ് എടുക്കുക. അവിടെ SSC കേരള ഉണ്ട്, അവിടെ നിങ്ങൾക്ക് ക്ലാസ് കിട്ടും വെബ്സൈറ്റിലാണെങ്കിൽ. അല്ലാതെ നിങ്ങൾ ആപ്പിലാണെങ്കിൽ സ്റ്റോറിൽ കയറി കഴിഞ്ഞാൽ സ്റ്റോർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, 4ാമത്തെ ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്ത ലൈവ് ക്ലാസ് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് CHSL കിട്ടും. അതിൽ നിന്ന് കയറിയാൽ മതി. കോഡ് അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. കൂപ്പൺ കോഡ് ഇതാണ് Y314. അതാണ് എന്റെ കൂപ്പൺ കോഡ്. Y314 എന്ന കൂപ്പൺ കോഡ് എടുത്താൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടാം കേട്ടോ. അതുപോലെ DRDയുടെ എക്സാം ഇന്നലെയൊക്കെ ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചു. ഒരേ ഒരു എക്സാമേ ഉള്ളൂ കേട്ടോ പിള്ളേരെ. ഒരേ ഒരു എക്സാം DRDയുടെ ഈ പറയുന്ന എല്ലാ പോസ്റ്റുകൾക്കും വേണ്ടിയിട്ടും 10th ലെവലും 12th ലെവലും ഡിഗ്രി ലെവലുള്ള പോസ്റ്റുകൾക്ക് ഒറ്റ എക്സാമാണ്. 75 മിനിറ്റിന്റെ എക്സാമാണ്. ഈ എക്സാം കഴിഞ്ഞിട്ടാണ് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ സെലക്ഷൻ പ്രോസസ് ലൈക്ക് സ്കിൽ ടെസ്റ്റ് ഉണ്ട്, ചില എക്സാമിന് ടൈപ്പിംഗ് ടെസ്റ്റ്, ചില എക്സാമിന് ഫിസിക്കൽ ടെസ്റ്റ്. ഇതനുസരിച്ച് നിങ്ങളെ സെഗ്രിഗേറ്റ് ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുക. 10th ലെവലുള്ള ക്വസ്റ്റ്യൻസേ ചോദിക്കത്തുള്ളൂ. അപ്പൊ അതനുസരിച്ച് നമ്മൾ പഠിച്ചെടുക്കണം എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. 2400 രൂപയ്ക്ക് നിങ്ങൾക്ക് കോഴ്സ് ലഭിക്കും. കൂപ്പൺ കോഡ് മറക്കണ്ട കേട്ടോ, Y314, Y314. ഓക്കെ, അപ്പൊ നമുക്ക് വൊക്കാബുലറിയിലോട്ട് പോകാം. അടുത്ത സിനണിം, ആന്റണിം അങ്ങനെയുള്ള മറ്റു വാക്കുകളിലോട്ടൊക്കെ പോകും. മീനിങ് നോക്കിയേ, ടാഞ്ചിബിൾ എന്ന വാക്കാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഡു യു തിങ്ക് ഇറ്റ് ഇസ് ടാഞ്ചിബിൾ? ചില വാക്കുകൾ കാണുമ്പോൾ ഇത്, അല്ലെങ്കിൽ ചില നൗൺസ് കാണുമ്പോൾ ടാഞ്ചിബിൾ ആണോ ഇത് ചോദിക്കാറുണ്ട്. ദാറ്റ് മീൻസ് ടച്ച് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ നമുക്ക് ടച്ച് ചെയ്ത് തൊട്ട് മനസ്സിലാക്കാൻ പറ്റുമോ? ദാറ്റ് മീൻസ് ഇഫ് ഇറ്റ് ഇസ് പാൽപ്പബിൾ, ഫിസിക്കൽ ആണോ, സാധനം ഫിസിക്കൽ ആണോ, സോളിഡ് ആണോ, സബ്സ്റ്റാൻഷ്യൽ ആണോ, കാണാൻ മാത്രം ഉണ്ടോ, എവിഡന്റ് ആണോ, റിയൽ ആണോ, ദാറ്റ് ഇസ് ടാഞ്ചിബിൾ എന്ന വാക്ക്. അഡ്ജക്റ്റീവ് ആണ് ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ. ടാഞ്ചിബിൾ നമ്മളെ കൊണ്ട് തൊട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന, അതായത് ഫിസിക്കൽ ആയിട്ട് സോളിഡ് ആയിട്ട് ഇവിടെ ഉണ്ടോ എങ്കിൽ ദാറ്റ് ഇസ് ടാഞ്ചിബിൾ. ടാഞ്ചിബിൾ ഓപ്ഷൻസ് എന്നൊക്കെ പറയില്ല. അതായത് റിയൽ ഓപ്ഷൻ ആണോ, നമ്മളെ കൊണ്ട് എന്താ പറയാ, അത് റിയൽ ആണോ, ഉള്ളതാണോ, അതോ ഇല്ലാത്തതാണോ, അങ്ങനെ അർത്ഥമില്ല. അതാണ് ടാഞ്ചിബിൾ എന്ന് പറയാം കേട്ടോ. ടാഞ്ചിബിൾ എന്ന വാക്ക് മറക്കണ്ട, ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ. A huge stage was set up for the inauguration ceremony. Wait, I challenge you to turn out the controversy case if you have the spine. That's great. ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. കോൺട്രവേഴ്സി കേസ് അല്ല കേട്ടോ.
കോൺട്രവേഴ്സി എന്ന് പറഞ്ഞാൽ ഓക്കെ നൗൺ ആയിട്ട് ഉപയോഗിച്ചു. അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇങ്ങനെ കൊടുക്കടാ ശരത്തെ. കോൺട്രവേഴ്ഷ്യൽ അഡ്ജക്റ്റീവ് ഉണ്ടല്ലോ കോൺട്രവേഴ്ഷ്യൽ, അപ്പൊ അങ്ങനെ കൊടുക്കുക. കോൺട്രവേഴ്ഷ്യൽ കേസ് എന്ന് കൊടുക്കുക കേട്ടോ. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒറ്റ എക്സാം ആയിരിക്കോ? ബ്ലൂ ഐസ് ഇതുവരെ അതിനെപ്പറ്റി PSC ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നോർമലി വരാൻ ചാൻസ് ഇങ്ങനെയാണ്. ഇനിയുള്ള എല്ലാ എക്സാമിനും എന്തായാലും പ്രിലിംസ് ആൻഡ് മെയിൻസ് ഉണ്ട്. അപ്പൊ അത് അതുകൊണ്ടായതുകൊണ്ട് ഇനി 2-3 പോസ്റ്റുകൾ വിളിക്കാനുണ്ട്. BDO വിളിക്കാനുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി, അതുപോലെ മുനിസിപ്പൽ സെക്രട്ടറി പോസ്റ്റുകൾ വിളിക്കാനുണ്ട്. അപ്പൊ ഇതിന് വിളിക്കാനുള്ളത് കൊണ്ട് തന്നെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു എക്സാം ആയിട്ട് നടക്കാനാണ് ചാൻസ്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരാനുള്ള പോസ്റ്റുകളൊക്കെ ഒരുമിച്ച് ഡിഗ്രി പ്രിലിംസ് ഒരു എക്സാം, അതിനുശേഷം ഡിഗ്രി മെയിൻസ് അങ്ങനെ നടക്കാനാണ് ചാൻസ് കൂടുതൽ. അപ്പം അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെയാണ് അറിവ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു നോട്ടിഫിക്കേഷൻ കൂടി വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ്. അല്ലാതെ ഒറ്റ എക്സാം ആയിട്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തന്നെ നടക്കാൻ ചാൻസ് കുറവാണ് കേട്ടോ. ദിസ് സെഷൻ in the thick of vocabulary. ഹർഷദേ അവിടെ വീണ്ടും this session is in the thick of vocabulary. വേണ്ടേ വെർബ് വേണ്ടടാ, വെർബ് കൊടുത്തേ is in the thick of കേട്ടോ. And criticism and set ablaze of cutouts is not a fantasy. Criticism and രണ്ട് കാര്യമില്ലടാ. അപ്പൊ രണ്ട് കാര്യം വന്നില്ലേ, criticism and set ablaze of cutouts. അപ്പൊ അതിന്റെ അടുത്ത് രണ്ടെണ്ണം ഉണ്ടല്ലോ. അപ്പൊ are not a fantasy, rather they are. Rather they were in thick of game of football which is imbecile. Anachronistic films were turned out to be a new experience. Turned out to be a new experience for me. Okay. സെറ്റിംഗ് അബ്ലൈസ് ആണോ മാം? സെറ്റിംഗ് അബ്ലൈസ് ആണ് വരേണ്ടത്. സെറ്റ് അബ്ലൈസ് വരാനും പറ്റില്ല. അതാണ് ഞാൻ അതാ ഓർത്തത്. നീ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ക്രിറ്റിസിസം എന്ന് പറയുന്ന ഒരു നൗൺ അല്ലേ, അപ്പൊ നിനക്ക് ആ വെർബിനെ നൗൺ ആക്കണം. നീ എന്ത് കൊടുക്കുക? ആൻഡ് സെറ്റിംഗ് അബ്ലൈസ് ഓഫ് കട്ട്ഔട്ട്സ് എന്ന് കൊടുക്കുക. ക്രിറ്റിസിസം ആൻഡ് സെറ്റിംഗ് അബ്ലൈസ് ഓഫ് കട്ട്ഔട്ട്സ്, അപ്പൊ രണ്ടും വന്നിട്ടുണ്ട് അവിടെ. അതുകൊണ്ട് ആറും കൊടുക്കണം. വെർബ് മാറണേ, അതനുസരിച്ച് ശ്രദ്ധിക്കണേ. It is a time to turn out India for its strength to other countries, especially China, for launching Agni 5. ചൈനയുടെ C ക്യാപിറ്റൽ കൊടുക്കണേ. കറക്റ്റ് ആണ്. ഇതാണ്. ഓക്കെ, ഒന്ന് ഓർത്തോണം. സോറി ഷമ്മസ്, ഇപ്പൊ നീ പറഞ്ഞ ശ്രദ്ധിച്ച. താങ്ക് യു ഗുരുദാസെ. ആൻ അനക്രോണിസ്റ്റിക് ഫിലിംസ് എന്ന് പറയില്ല. ആൻ എന്ന് പറയുന്നത് ഒന്നിനല്ലേ കൊടുക്കുന്നത്, സിംഗുലറിനല്ലേ കൊടുക്കുന്നത്. ഞാനത് ശ്രദ്ധിച്ചേയില്ല. ഞാൻ അനക്രോണിസ്റ്റിക് എന്ന് മാത്രമേ വായിച്ചുള്ളൂ. ഇങ്ങനെ കൊടുക്കാം, അനക്രോണിസ്റ്റിക് ഫിലിംസ്. പ്ലൂറലിന്റെ കൂടെ ഒരിക്കലും ആൻ കൊടുക്കില്ലോ. സിംഗുലർ ആയ കൗണ്ടബിൾ നൗണിന്റെ കൂടെ മാത്രമല്ല ആനും എയും കൊടുക്കുക. അപ്പൊ ഓർത്തുള്ളൂ കേട്ടോ ഗുരുദാസെ, ആൻ അവിടെ കൊടുക്കരുത്, വെറും anachronistic films കൊടുക്കുക കേട്ടോ. Even though he smiles in front of others, yet he is in thick of depression. That's great. Added Malayalam going to turn out number 1 in the future. Regin, thank you so much for saying that. And sentence കൊള്ളാട്ടോ. അപ്പൊ ഒരു പ്രശ്നമുണ്ട് അവിടെ. ഒരു വെർബ് ing ഫോം അല്ലേ കൊടുത്തത്, അപ്പൊ നീ കണ്ടിന്യൂസ് ടെൻസ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇങ്ങനെ കൊടുക്കണേ, added Malayalam is going to turn out കേട്ടോ. is going to turn out number 1 എന്ന് കൊടുക്കാം. Feeling felt after letting her go was intangible, solid, real. അല്ലേ? കൊള്ളാം. അഡ്ജക്റ്റീവ് ആയിട്ട് ആര് ഉപയോഗിക്കാം ഗുരുദാസേ? അഡ്ജക്റ്റീവ് ഷമാസ് പറഞ്ഞാൽ നിനക്ക് മനസ്സിലായോ? അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം, പക്ഷെ സിംഗുലർ അതാണ്. മനസ്സിലായി കാണുമായിരിക്കുമല്ലോ. ഓക്കെ, പ്ലീസ് ഐ വോണ്ട് യു ഡോണ്ട് ജോയിൻ ദ ബിസിനസ് വിത്ത് ഹിം സിൻസ് ഹി ഹാസ് എ ടെൻഡൻസി ടു സ്റ്റോൾ. ടു സ്റ്റോൾ അല്ലടാ, ടു സ്റ്റീൽ. ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുന്നത് എങ്ങനെയാ? 2+V1 ആണ്, നോട്ട് V2. ടു സ്റ്റീൽ ടാഞ്ചിബിൾ അസറ്റ്സ് ഫ്രം യുവർ ലൊക്കേഷൻ. ടു സ്റ്റീൽ കേട്ടോ. ഓക്കെ ഫൈൻ. അടുത്ത നോക്കിയേ, റെറ്റിന്യൂ. ഈ റെറ്റിന്യൂ എന്ന് പറഞ്ഞാല് a group of assistants. നമ്മുടെ ഒരു അംബാസിഡേഴ്സ്, എസ്കോർട്സ്, അങ്ങനെയുള്ള ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. നമുക്ക് പകരം പറഞ്ഞു വിടുന്ന ആൾക്കാരുണ്ടല്ലോ. ഇപ്പം ഇന്ത്യ ഇപ്പോ ഒരു ഇന്ന ആണവ കരാർ ഒപ്പിടാൻ പോവാണ്, അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റി ഒരു ചർച്ചയ്ക്ക് പോകണം. അപ്പം ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ന എസ്പെഷ്യലി എന്തായാലും ജയശങ്കർ ആയിരിക്കും വിടുന്നത്. അപ്പം അങ്ങനെ ഒരു മന്ത്രിയല്ലേ വിടുള്ളൂ, വിടുന്ന ഒരു ഉണ്ടല്ലോ, അതിന് പകരമായിട്ടൊരു പേഴ്സണൽ സ്റ്റാഫിനെ വിടുമല്ലോ. അതിനാണ് റെറ്റിന്യൂ എന്ന് പറയാം. ഓൺടുറേജ്, എസ്കോർട്ട്, സ്റ്റാഫ്, പേഴ്സണൽ എന്ന് പറയും റെറ്റിന്യൂ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അടുത്തത് കണ്ടൻഷ്യസ്. കണ്ടൻഷൻ കേട്ടിട്ടില്ലേ? വി ആർ ഇൻ കണ്ടൻഷൻ എന്ന് പറഞ്ഞാൽ ഡിസഗ്രിമെന്റ്, ഡിസ്പ്യൂട്ട്. കണ്ടൻഷൻ അതാണല്ലോ, കണ്ടന്റ് അല്ല കണ്ടൻഷൻ. അപ്പൊ കണ്ടൻഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺട്രവേഴ്ഷ്യൽ, ഡിസ്പ്യൂട്ടബിൾ, ഡിബേറ്റബിൾ. അഗ്രിമെന്റിൽ അല്ലെങ്കിൽ അല്ലെ, നമ്മളെ അടിയാണ്, ചകടയാണ്, പോട്ടിയാണെങ്കിൽ കണ്ടൻഷ്യസ് എന്ന് പറയും അല്ലെ. കണ്ടൻഷ്യസ് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയല്ലേ, ദേ ആർ ഇൻ എ കണ്ടൻഷ്യസ് റിലേഷൻഷിപ്പ്. എപ്പോഴും അടിയും ബഹളവും അല്ലെ, വെട്ടും കുത്തും തകരാറൊക്കെ എന്നൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ, അതിനാണ് കണ്ടൻഷ്യസ് എന്ന് പറയാം. കണ്ടൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നൗണാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. കണ്ടൻഷൻ എന്ന് പറഞ്ഞാൽ
വഴക്ക് വക്കാണം കാര്യങ്ങളൊക്കെയാണ്. സോ കണ്ടൻഷൻ ഇസ് ഡിസഗ്രിമെന്റ് ഡിസ്പ്യൂട്ട് എന്നൊക്കെ പറയും, ആർഗ്യുമെന്റ് എന്നൊക്കെ പറയും. സോ നൗൺ ആയിട്ട് പറഞ്ഞാൽ കണ്ടൻഷൻ. ഓക്കെ, അപ്പൊ കണ്ടൻഷ്യസ് എന്ന് പറഞ്ഞാൽ കോൺട്രവേഴ്ഷ്യൽ, ഡിസ്പ്യൂട്ടബിൾ, ഡിബേറ്റബിൾ എന്നൊക്കെ പറയും, ആർഗ്യൂബിൾ ഒക്കെ. അടുത്ത ഹഡിൽ, നിങ്ങൾ അറിയാം അല്ലെ, ഗെയിം ഒക്കെ കളിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഹഡിൽ ചെയ്യാന്നൊക്കെ പറയില്ല. ഹഡിൽ എന്ന നൗണും വേർബും അറിയാം. ഹഡിൽ ക്രൗഡ് ഗ്യാതറിംഗ് ഒക്കെയാ. അപ്പൊ ഹഡിൽ ചെയ്യാൻ പറഞ്ഞാൽ നെസിൽ കൂടിച്ചേരാ, എല്ലാവരോടും ഹഡിൽ ചെയ്തൊന്ന് ലെറ്റ്സ് മേക്ക് എ ഹഡിൽ, ലെറ്റ്സ് ഹഡിൽ പീപ്പിൾ എന്ന് പറയില്ലേ, നെസിൽ, ഗ്യാദർ, ക്ലസ്റ്റർ എന്നൊക്കെയാണ് ഹഡിൽ എന്ന വേർബിന്റെ അർത്ഥം, ആൻഡ് നൗൺ ആസ് വെൽ. അടുത്ത് ഗ്രാൻഡുലക്കന്റ്, ഗ്രാൻഡുലക്കന്റ്, ലൊക്വന്റ്, ഗ്രാൻഡിലൊക്വന്റ് ആണ്. അപ്പൊ എലക്വന്റ് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ലൊക്വന്റ് എന്ന് പറയുന്നത് ഗ്രാൻഡ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം ഓൾറെഡി ഗ്രാൻഡ് ആൻഡ് ലോക്വന്റ് രണ്ട് വാക്കുകൾ കൂടി ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു പോർട്ട്മാൻറ്റോ വേർഡ് ആണ് ഇത്, പോർട്ട്മാൻറ്റോ വേർഡ് കേട്ടോ. എലക്വന്റും ഗ്രാൻഡും, ഗ്രാൻഡിലൊക്വന്റ്. അപ്പൊ ഗ്രാൻഡിലൊക്വന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയാ, പോംപസ് ആയിട്ടുള്ള അല്ലെ, ഭയങ്കര ഗ്രാൻഡിലൊക്വന്റ് സെലിബ്രേഷൻ ആയിരുന്നു. എങ്ങനെയുണ്ടെന്ന് വെഡിങ്, ഓ മൈ ഗോഡ്, ദ വെഡിങ് വാസ് സോ ഗ്രാൻഡിലൊക്വന്റ്. ചിലർ പറയുന്നിട്ടില്ലേ, എന്തായിരുന്നു, ഒന്ന് കാണേണ്ടതായിരുന്നു കല്യാണം എന്നൊക്കെ പറയില്ലേ. ചില കല്യാണങ്ങളൊക്കെ ഭയങ്കര ഗ്രാൻഡ് ആയിട്ട് ഉപയോഗിക്കില്ലേ, അത് നമുക്ക് എന്താ പറയാ, നമ്മളെ കൊണ്ട് കൂടുന്നതിനേക്കാളും കൂടുതൽ ഗ്രാൻഡ് എന്ന് പറയും. ദാറ്റ് മീൻസ് ഭയങ്കര പോംപസ് ആയിട്ട്, ഒരുപാട് ആഡംബരം, ദാറ്റ്സ് ഇറ്റ്. ബോംബാസ്റ്റിക്, പ്രിറ്റൻഷ്യസ്, എന്തിനൊക്കെയോ വേണ്ടി കാട്ടിക്കൂട്ടലുകളാണ് പല ആഘോഷങ്ങളും അല്ലെ. ഒരു എന്താ സന്തോഷത്തോടെ കൂടി ചെല്ലിനേക്കാളും കൂടുതലായിട്ട് പലരും കാണിച്ചു കൂട്ടുന്ന പൈസ ഉണ്ട് അല്ലെ. അപ്പൊ പിന്നെ എന്തായാലും അല്ലെ, പൈസ ഞങ്ങൾക്ക് ഒരു പ്രശ്നമല്ല, പൈസ ചെലവാക്കാം. ദാറ്റ് ഇസ് ആ ഒരു സെൻസിലാണ് ഗ്രാൻഡിലോക്വന്റ് പറയുന്നത്. നെഗറ്റീവ് വേ പ്രിറ്റൻഷ്യസ്, ബോംബാസ്റ്റിക്, പോംപസ് എന്നൊക്കെ പറയും. ഗ്രാൻഡിലോക്വന്റ് രണ്ട് വാക്കുകൾ കൂടി ചേർന്ന് ഇറ്റ്സ് എ പോർട്ട്മാൻറ്റോ വേർഡ് കേട്ടോ. രണ്ട് വേർഡുകൾ കൂടി ചേർന്നിട്ട്, രണ്ട് ഇങ്ങനത്തെ വേർഡുകൾ കൂടി ചേർന്ന് ഒരു പുതിയ വേർഡ് ഫോം ചെയ്യും. ഇറ്റ്സ് നോട്ട് എ പോർട്ട്മാൻറ്റോ വേർഡ് ആണ് രണ്ട് വാക്കുകൾ കൂടി ചേർന്ന് വരുന്നത്. ഓക്കെ, കോമ്പൗണ്ട് വേർഡ് അല്ല കേട്ടോ, കോമ്പൗണ്ട് വേർഡ് ഉണ്ട്, അത് വേറെയാണേ, ഇവിടെ ഓർത്തോണം. Okay, police tried to control the contentious situation and to calm down the huddle. That's great. Yes, Pravi, good morning. You should submit your idea in a tangible form. All right, solid form. Okay, yeah. എനിക്ക് അത് മനസ്സിലായില്ല, എവിടെ കിട്ടുമെന്ന്. മാം പി ഡി എഫ് ഇട്ടിട്ടുണ്ടോ? ഉണ്ട്, പി ഡി എഫ് ഇട്ടിട്ടുണ്ട്, അത് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഹാല, അത് ഗ്രൂപ്പിലുണ്ടല്ലോ, ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. His tangible presence was needed for registration. That's great. While writing exam, she classified property into tangible and intangible. Okay. അവിടെ പ്രശ്നമുണ്ടേ, ഇൻറ്റു ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ കഴിഞ്ഞിട്ട് ഇൻറ്റു പ്രിപ്പോസിഷൻ അല്ലേ, പ്രിപ്പോസിഷൻ ഒബ്ജക്റ്റ് വേണ്ടേ ആരതി. അപ്പൊ എന്ത് കൊടുക്കണം, ഇങ്ങനെ കൊടുക്കാം. വൈൽ റൈറ്റിംഗ് എക്സാം ഷീ ക്ലാസിഫൈഡ് പ്രോപ്പർട്ടി ഇൻറ്റു ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ വൺസ്. ഒന്നെങ്കിൽ വൺസ് എന്ന് കൊടുത്തോ, അല്ലെങ്കിൽ നൗൺ കൊടുക്കുക അല്ലെ. വണ്ണും നൗൺ തന്നെ, വൺസ് എന്ന പ്ലൂറിൽ കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് കൊടുക്കുക, ടാഞ്ചിബിൾ പ്രോപ്പർട്ടീസ് എന്ന് കൊടുക്കുക. എനിത്തിങ് ടാഞ്ചിബിൾ ഒബ്ജക്ട്സ് എന്ന് കൊടുക്കുക. അവിടെ എന്താ പറയാ, പ്രിപ്പോസിഷന് ശേഷം ഒബ്ജക്റ്റ് ഇല്ലാതിരിക്കാൻ പറ്റില്ല, അതൊന്ന് ശ്രദ്ധിച്ചോ. Okay. I sincerely respect your retinue who are made incredible services to the society. Who are made അല്ല, who made, അവിടെ ആറ് കട്ട് ചെയ്തളേടാ, who made incredible services to the society. കേട്ടോ ശരത്തെ, കാരണം അതൊരു പാസിവിന്റെ ആവശ്യമില്ലല്ലോ അതിന്. Nowadays contentious statement are making people, contentious statement are making അല്ല, contentious statements plural കൊടുക്കുക, സബ്ജക്ട് plural കൊടുത്തേ അഭിലാഷേ. statements are making people fame and making people fame അല്ല, എന്താണ്, ഗിവിംഗ് പീപ്പിൾ ഫെയിം, ആൾക്കാർക്ക് ഫെയിം കൊടുക്കുന്നു. ഫെയിം പ്രശസ്തി, ഫേമസ് ആണോ, ആൾക്കാരെ ഫേമസ് ആക്കുന്നു എന്നാണെങ്കിൽ ഫേമസ് എന്ന് കൊടുക്കണം. മേക്കിംഗ് പീപ്പിൾ ഫേമസ് ആൻഡ് ദേ ഡെലിബറേറ്റ്ലി ട്രൈ ടു ബി കണ്ടന്റിയസ് വൺ എന്ന് കൊടുക്കാം. ഒന്നുകൂടെ തിരുത്താവേ പറഞ്ഞുതരാം. നൗഡേസ് കണ്ടന്റിയസ് സ്റ്റേറ്റ്മെന്റ്സ് ആക്കണം, ആൻഡ് മേക്കിംഗ് പീപ്പിൾ ഫേമസ് എന്നും കൊടുക്കണം. ഇനി അതല്ലെങ്കിൽ ഗിവിംഗ് പീപ്പിൾ ഫെയിം എന്ന് വരാൻ പറ്റുള്ളൂ. മേക്ക് പീപ്പിൾ ഫെയിം അല്ല, മേക്ക് പീപ്പിൾ ഫേമസ് എന്ന് വരണം, അപ്പോഴാണ് കറക്റ്റ് വരാം. Tangible assets of the company firstly attached by the court while the execution proceeding is going on. അവിടെ ഒരു പ്രശ്നമുണ്ട്, ഫേഴ്സ്ലി അറ്റാച്ച്ഡ് അല്ല, അറ്റാച്ച്ഡ് ഫേഴ്സ്ലി ബൈ ദ കോർട്ട്. അറ്റാച്ച് ചെയ്യപ്പെട്ടു, ആദ്യമായിട്ട് അറ്റാച്ച് ചെയ്തു അല്ലെ. അപ്പൊ ടാഞ്ചിബിൾ അസറ്റ്സ് ഓഫ് ദ കമ്പനി അറ്റാച്ച്ഡ് ബൈ ദ കോർട്ട് ഫേഴ്സ്ലി എന്നിട്ട് കൊടുക്കും, അറ്റാച്ച്ഡ് ബൈ ദ കോർട്ട് ഫേഴ്സ്ലി വൈൽ ദ എക്സിക്യൂഷൻ പ്രൊസീജിയർ. ആ ഫേഴ്സ്ലിയുടെ സ്പേസ്, സ്ഥലം ഒന്ന് മാറ്റിയിട്ടാൽ മതി. Murder of Sister Abaya was a contentious case. Yes, controversial. Most of the claims put forward by the minister were contentious and tangible with reality. Great. There is a tangible sense of progress in my preparation. That's great. Mistress is the bond of contention between them. That's great. Can you huddle here to talk about our results? That's great. We can't forward an agreement in this drastic situation because they are at contentious. At contention എന്ന് പറഞ്ഞു.
at debate എന്ന് പറഞ്ഞു കറക്റ്റാ. പക്ഷെ at contentious പറയില്ല, കാരണം at പ്രിപ്പോസിഷനാ. പ്രിപ്പോസിഷന് ശേഷം adjective അല്ല, പ്രിപ്പോസിഷന് ശേഷം ഒരു ഒബ്ജക്റ്റ് വേണം, നൗണോ പ്രൊനൗണോ. അപ്പോ at contention എന്ന് പറയാട്ടോ ശരത്തെ, at contention എന്ന് കൊടുത്തു, അപ്പൊ പ്രശ്നമില്ല. ക്ലിയർ? ഒന്ന് നോട്ട് ചെയ്തോണേ, അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് എപ്പോഴും എറർ വരുത്താറുണ്ട്, ശ്രദ്ധിക്കാം. His grandiloquent performance in the stage gained attention of everyone. Great. Contentions among the crowd was അല്ല ഷമ്മാസെ, contentions plural അല്ലേ, arguments, debates, disputes അല്ലേ, were solely responsible for huddling of people. ഇന്ന് എന്താ പറ്റി? സബ്ജക്ട് സിംഗുലർ കോൺകോഡ് ആണല്ലോ നിന്റെ ഫുൾ തെറ്റുന്നേ. ഇന്ന് നിനക്ക് എന്നാ പറ്റി ഷമ്മാസെ? On that contentious issue, boss concurred to the employees. That's great. The retinue on behalf of India made a contentious remark in the summit. Wait. Police struggled a lot to disperse the huddle. That's great. A very large huddle was present in അവിടെ വെറും ലാർജ് കൊടുക്കാൻ പറ്റില്ല, a large huddle, ഒരു ഗ്രൂപ്പ് അല്ലെ, a large huddle was present. അത് കൊടുക്കണം, വേണം കേട്ടോ, ആർട്ടിക്കിൾ വേണ്ടടുത്ത് ആർട്ടിക്കിൾ കൊടുക്കണം കേട്ടോ അമല. a large huddle was present in the ground to watch the live streaming of World Cup. എല്ലായിടത്തും ഉണ്ടായിരുന്നില്ല, വെടി പടക്കമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പറയണ്ട, ആഘോഷ തിമിർപ്പായിരുന്നു എന്ന് പറയാം. Contentious remarks in connection with communal violence are adding fuel to the fire. Great. The grandiloquent event after the World Cup final match in Qatar was a feast for the eyes of the huddle. Yes. Grandiloquent functions are become അല്ലല്ലോ, വെറും become കൊടുത്താൽ മതി. Grandiloquent functions become എന്ന് പറയില്ല കേട്ടോ, passive voice അവിടെ വേണ്ട, become the part of the lecturer's life എന്ന് കൊടുത്താൽ മതി കേട്ടോ പ്രവി. All the students should huddle at the ground after the session. Great. I heard your marvelous speech. What a grandiloquent explosion. Such fake discourse. There could have more people as you could scorn like hell. All right. അപ്പൊ ഇങ്ങനെ കൊടുക്കാം, such a fake discourse, such a fake discourse എന്ന് കൊടുക്കാം. കോമ കൊടുത്തിട്ട് കൊടുക്കാവുള്ളേ, അത് കൊടുത്തണം. Yes. Rindu map classes are tangible asset of me. All right, that's great. അതിലൊരു ചെറിയ വ്യത്യാസം പറയാം. റിൻറ്റു മാംസ് സ്പെല്ലിംഗ് പറഞ്ഞ എന്റെ പേര് RINTU, റിൻറ്റു ടി ആണ് ഒന്ന്. പിന്നെ മാമിന്റെ അപ്പസ്ട്രോഫി കൊടുക്കണം കേട്ടോ. റിൻറ്റു മാംസ്. ഒരാളിപ്പോ ഞാൻ പറയണ റിജിന്റെ എന്ന് ഞാൻ കൊടുക്കുവാണെങ്കിൽ എങ്ങനെ കൊടുക്കണം? റിജിൻ എനിക്ക് ഇങ്ങനെ കൊടുക്കണം, റിജിൻസ് റിജിന്റെ മെസ്സേജ് ഞാൻ കൊടുക്കുമ്പോൾ അപ്പസ്ട്രോഫി കൊടുക്കണ്ടേ, അപ്പസ്ട്രോഫീസ് കൊടുക്കണം, റിജിൻസ്. അപ്പൊ റിൻറ്റു മാംസ് കൊടുക്കണ്ടേ, അതൊന്ന് ശ്രമിച്ചോണേ റിജിനെ. അതുപോലെ തന്നെ അസെറ്റ് ഓഫ് മീ അല്ല, അസെറ്റ് ഓഫ് എന്റെ അസെറ്റ് ആണ്, ഓഫ് അസെറ്റ്. ഓക്കെ, ഓഫ് മീ അത് കുഴപ്പമില്ല, ഓഫ് ആയാലും 4 ആയാലും കറക്റ്റാ. ദ grandiloquent സെലിബ്രേഷന്റെ സ്പെല്ലിംഗ് നോക്കിയേ, CELE ആണ്, I അല്ല കേട്ടോ. ഓഫ് അർജന്റീന ഹാസൻ entered. Yes, end ചെയ്തിട്ടില്ല. The grandiloquent birthday party is set up to show. സെറ്റ് ചെയ്യപ്പെട്ടു. ജിനു പാസീവ് വോയിസിലാണെങ്കിൽ അത് സെറ്റാ, അത് ആ സെറ്റ്സ് കൊടുക്കരുത്. സെറ്റിന്റെ V3 വരെ സെറ്റാ. അപ്പൊ ഈസ് പ്ലസ് ബി പ്ലസ് V3 പാസീവ് വോയിസ് ആയത്, ആ സെറ്റ്സ് വേണ്ട, വെറും സെറ്റ് കൊടുത്താൽ മതി കേട്ടോ. The grandiloquent birthday party is set up to show that they have more than enough money in their hand. പൈസ ഒരു പ്രശ്നമല്ല, അതല്ലേ കൊള്ളാം. Most of the pacts are signing between retinues of countries on behalf of heads. Yes. ഏത് ഗ്രൂപ്പ് ലിങ്ക് തരുമോന്ന് രമ്യ? നമ്മുടെ ടെലിഗ്രാമിന്റെ ഗ്രൂപ്പ് ലിങ്ക് ആണോ? ടെലിഗ്രാമിന്റെ ഗ്രൂപ്പ് ലിങ്ക് ഈ വീഡിയോയുടെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കോമന്റ് സെക്ഷനിൽ കൊടുത്തേക്കാം, ഈ വീഡിയോ കഴിഞ്ഞിട്ട് കോമന്റ് സെക്ഷനിൽ കൊടുക്കാം കേട്ടോ. കാര്യം ഞാൻ ഇപ്പൊ ഇട്ടാൽ നിങ്ങൾക്ക് കിട്ടുകയല്ല, അതുകൊണ്ട്. The meeting was dispersed because of the contentious opinions. Great. The meeting was dispersed. That's great. Father hardly find his daughter. Find വരില്ലല്ലോ, ഫൈൻസ്. ഫാദർ ഹാർഡ്ലി ഫൈൻസ് വരണം, വേണ്ടേ? കാര്യം ഒന്ന് ആലോചിക്കാരുതി, ഫാദർ സിംഗുലർ ആണ്, അപ്പൊ വെർബ് സിംഗുലർ കൊടുക്കണ്ടേ? in the hurdle and at last he decide, അപ്പൊ ഫൈൻഡ് past tense കൊടുക്കണം. ഫൗണ്ട് കഴിഞ്ഞ കാര്യത്തെ പറ്റിയാണെങ്കിൽ ഫൗണ്ട് കൊടുത്തേ. Father hardly found his father in the huddle and at last he decided to approach announcement authorities. കേട്ടോ, ഫൗണ്ട് കൊടുക്കുക, past tense കഴിഞ്ഞ കാര്യത്തെ പറ്റിയാ പറയണേ. Grandiloquent rave organized by him at good times made him resent in squandering of money in the past. Okay, that's great. അല്ലെ, വേണ്ടായിരുന്നു തോന്നിപ്പോ അല്ലേ. Between them പറയൂ, among them അല്ലേ? എവിടെയാണ് എന്ത് ബിറ്റ്വീൻ ദം ആണ്? എവിടെയാണ്? ഞാനത് ശ്രദ്ധിക്കാതെ വിട്ടുപോയോ? പറയും, ബിറ്റ്വീൻ റെറ്റിന്യൂസ് ഓഫ് 2 countries, 2 കൺട്രീസിന്റെ റെറ്റിന്യൂസ് ആണ് പറഞ്ഞിരിക്കുന്നത്, ബിറ്റ്വീൻ ദം ആണ്, അപ്പം കറക്റ്റ് ആണ് കേട്ടോ. India Pak is always contentious on terrorism
that is tangible over Indian politics, which those retinue should be a huddle in bilateral discussions. Okay, I'll come back in style. I need it. Yes. Do you know what I said before? Question mark. Yes, the D-Day has come. So please huddle your arrows. Huddle your arrows as you have most. Good luck. I always clock the contentious issues of others. That's great. There was a myriad of people at that grandiloquent event. Great. The new chairman encourages innovative ideas from his retinues. Great. Okay. He was my benefactor during some contentious parts of my life. That's great. അപ്പോൾ മറക്കണ്ട അടുത്ത സെറ്റിലോട്ട് പോവാം. ഇൻഎക്സോറബിൾ എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. അതിന്റെ കൂടെ എൽവൈ ഇടുമ്പോൾ നിങ്ങൾക്ക് അഡ്വേർബ് കിട്ടും അല്ലെ. അഡ്ജക്റ്റീവിന്റെ കൂടെ എൽവൈ ഇട്ടാൽ നിങ്ങൾക്ക് അഡ്വേർബ് കിട്ടും. പഠിച്ചിട്ടുള്ളല്ലേ നമ്മള്. അപ്പം ഇൻഎക്സോറബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺസ്റ്റോപ്പബിൾ. അൺസ്റ്റോപ്പബിൾ. ഐ എം അൺസ്റ്റോപ്പബിൾ ഒരു പാട്ടൊക്കെ ഉണ്ട്. നീ പാടി കഴിഞ്ഞിട്ടുണ്ട് കോപ്പിറൈറ്റ് ഇട്ടത് ഞാൻ പാടുന്നില്ല. എനിവേസ് അത് നിർത്താതെ അല്ലെ എവർലാസ്റ്റിംഗ് ആയിട്ടുള്ള എന്ന അർത്ഥത്തിലാണ് നമ്മൾ എന്ത് പറയാ റെലൻലെസ് ആയിട്ടുള്ള എന്നർത്ഥമാണ് ഇൻഎക്സോറബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇൻഎക്സോറബിളി എന്ന് പറഞ്ഞാൽ നിർത്താതെ പോകുന്ന ഒരു കാര്യം. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് relentlessly, unstoppably, steadily എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനാണ് നമ്മൾ എന്ത് പറയാ inexorably എന്ന് പറയാം. inexorable, relentless, unstoppable, steady എന്നൊക്കെ പറയാം. ഓക്കെ, അടുത്ത് റെക്കൺ ചെയ്യുക. എന്താണ് റെക്കൺ ചെയ്യുക? നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഡിസ്കസ് ചെയ്തു. രണ്ടർത്ഥമുണ്ട്. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, കമ്പ്യൂട്ടർ. നമ്മളൊരു കാര്യത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക, കണക്കൂട്ടി വെക്കുക, കമ്പ്യൂട്ട് ചെയ്യുക. അല്ലെങ്കിൽ റെക്കന് വേറെ അർത്ഥമുണ്ട്, കൺസിഡർ ചെയ്യുക, റിഗാർഡ് ചെയ്യുക അല്ലെ. ഒരു കാര്യത്തെ പറ്റി കൺസിഡർ ചെയ്യുക, ഒരു കാര്യത്തെ ഒന്ന് ഡിസൈഡ് ചെയ്ത് ഒരു കൺസിഡറേഷൻ കൊടുക്കുക എന്ന് പറയില്ലേ, അതിനെ റെക്കൺ ചെയ്യുക എന്നാ പറയാം. ഓർത്തോണം, ഫോർമൽ വേർഡ് ആണ് റെക്കൺ, ഓർത്തോണം. ഓക്കെ, അടുത്ത് നോക്കിയേ, അഡിച്ച്. അഡിച്ച് അഡിച്ച് എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം? പ്രോവർബ്. ഇറ്റ്സ് എൻ അഡിച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോവർബ്. സെയിങ്, മാക്സിം, അക്സിയം എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് അഡിച്ച് എന്ന് പറയുന്നത്. അഡിച്ച് മീൻസ് പ്രോവർബ് കേട്ടോ, നമ്മുടെ ഒരു എന്താ പറയാ പഴഞ്ചൊല്ല്, അത് മലയാളത്തിൽ. ഡിലീരിയസ് എന്താണ്? അഡ്ജക്റ്റീവ് ആണ് ഡിലീരിയസ്. എന്താണ് ഡിലീരിയസ്? Incoherent, മനസ്സിലാക്കാൻ പറ്റാത്ത. Oh my god, it is a delirious one. I didn't understand. എനിക്ക് മനസ്സിലായില്ല എന്തായിരുന്നു. It seems delirious. It's incoherent, raving ആണ്, irrational ആണ്, babbling ആണ്, മനസ്സിലാക്കുന്നില്ല. നമുക്കങ്ങ് കത്തില്ല എന്ന് പറയില്ലേ, അതിനെയാണ് delirious എന്ന് പറയാം. delirious ആയിട്ട് കോൺസെപ്റ്റ് ആന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റില്ല, അൺകോംപ്രിഹെൻസിബിൾ എന്ന് പറയില്ലേ ആ സാധനം, ഇൻകോഹറന്റ് പറയില്ലേ, അതിനെയാണ് delirious എന്ന് പറയാം. ഓർത്തോണം. അടുത്തത് സമ്മിറ്റ്. കേട്ട് പരിചയമുണ്ടായിരിക്കും സമ്മിറ്റ്. രണ്ട് അർത്ഥമുണ്ട് നൗൺ ആയിട്ട്. സമ്മിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഉച്ചി എന്ന് പറയും, ഒരു കാര്യത്തിന്റെ ഉച്ചിയിൽ എന്ന് പറയും, ഉച്ചി, ടോപ്പ്, പീക്ക്, എന്താ പറയുക, അപ്പെക്സ്, സെനിത്ത് എന്നൊക്കെ പറയുന്നതാണ് സമ്മിറ്റ്. ഒരു തവണ PSC +2 പ്രിലിംസിന്റെ ചോദ്യത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ സിനോണിം ഓഫ് ഇത് എന്ന് ചോദിച്ചിരുന്നു. സിനോണിം അല്ലാത്തത്. അപ്പൊ ഇതിലെല്ലാം വന്നു, സബ്മിറ്റും പീക്കും അതുപോലെ എന്താണ് അപ്പെക്സും സെനിറ്റ് ഒക്കെ വന്നു. അതിൽ ഏതോ ഒരെണ്ണം മാത്രമേ വരാത്തുള്ളൂ, ഹിൽ ടോപ്പ് മാത്രമേ വരാത്തുള്ളൂ. അപ്പോ എനിക്കൊന്ന് ഹിൽ ടോപ്പ് ആണ് അല്ലാത്തത്, ബാക്കിയെല്ലാം എന്തായിരുന്നു? നൗൺ ആയിരുന്നു അല്ലെ. ടോപ്പ്, പീക്ക്, മുകളിൽ മുകൾ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ സമ്മിറ്റ് എന്ന് പറയാം എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ ചോദ്യങ്ങൾ വരാം. അടുത്ത് നോക്കിയേ, വേറൊരു അർത്ഥമുണ്ട് സമ്മിറ്റ്. എന്താ പറയാ, G20 സമ്മിറ്റ്, G27 സബ്മിറ്റ്, COP27 സബ്മിറ്റ്, G20 സബ്മിറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു. COP27 സബ്മിറ്റ്, COP26 സബ്മിറ്റ് നടന്നു. മീറ്റിംഗ് അജണ്ട, മീറ്റിംഗ് നെഗോസിയേഷൻ എന്നൊക്കെയാണ് സബ്മിറ്റ് എന്ന വാക്കിന് വേറൊരു രണ്ടർത്ഥം ഉണ്ടോ കേട്ടോ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ലെറ്റ് മീ സീ. Okay, contentious statement made by the minister compels him to make an apology before the public. That's great. Lindemann decided to conduct a grandiloquent party for her students. Nowadays, most of the people are showing their financial status for arranging grandiloquent functions such as wedding, anniversary, birthday party and so on. അതെ, കൂടിച്ചേരലല്ലേ അവരെ നോക്കുന്നത്, അവർ പൈസ കാണിക്കാൻ വേണ്ട. അതെനിക്ക് ഭയങ്കര സങ്കടമാണ്. ബട്ട് ഐ ലവ് സെലിബ്രേഷൻസ് ഒക്കെ കൊള്ളാം, നല്ലതാണ്. എല്ലാവരും കൂടിച്ചേരും, ഇറ്റ് ഈസ് എ സിമ്പിൾ ഓഫ് യൂണിയൻ എന്നൊക്കെ പറയും. സംഭവം കൊള്ളാം, പക്ഷെ അത് പൈസ കാണിക്കാൻ വേണ്ടി ചുമ്മാ ഒരു പോംപസ് ആയിട്ട് പോയാൽ അതിന് മീനിങ്ലെസ് ആയി പോകും. അവിടെയാണ് പ്രശ്നം. യെസ്. സോ കോപ്പിറൈറ്റ് ഇഷ്യൂ എങ്ങനെ വരുമോ? വരും. അന്ന് 2 സെഷനിൽ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടിയിട്ട് എന്നോട് ഇവിടെ പറഞ്ഞു, നമ്മുടെ മാനേജർ പറഞ്ഞു എന്നോട്, റിന്റു പാടല്ലേ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു ഇല്ല സാറേ, ഞാൻ ഇനി പാടില്ല എന്ന് പറഞ്ഞു. Reckoning the period of limitation is not a barrier for me. That's great. Inexorable efforts leads to
സക്സസ്. ലീഡ്സ് ടു വരുമോ? ആരതി എന്നെ പറ്റി? എഫേർട്സ് ആണ്, സബ്ജക്ട് പ്ലൂറൽ ആണ്, അപ്പൊ വെർബും പ്ലൂറൽ വേണ്ടേ? എഫേർട്സ് ലീഡ് ടു സക്സസ് എന്ന് കൊടുക്കട്ടോ. He had been inexorably firing at the war until his capacity to hold it. That's great. The Argentina fans were inexorably excited due to the victory of Argentina in the WC. Yes. That was a delirious idea. You should spell it out. That's great. Incomprehensible, incoherent meaning ഒന്നല്ലേ? ഒന്ന് തന്നെയാണ്, സെയിം മീനിങ് ആണ്, സെയിം മീനിങ് ആണ്. The new teacher's class was delirious to the students. Great. After waking up from the sleep, I searched everywhere the gifts that I get from Santa to find it is tangible or not. Real or not. അത് കൊള്ളാം. എനിക്ക് ഇന്നലെ പെട്ടെന്ന് എനിക്ക് ജിനി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ, ഞാൻ ഇന്നലെ ഒരു ക്രിസ്മസ് മൂവി കണ്ടു കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങളോട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സീസൺ ആണ് ക്രിസ്മസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രിസ്മസ് സീസൺ. ക്രിസ്മസ് സീസൺ അല്ല, എസ്പെഷ്യലി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സീസൺ ഇസ് വിന്റർ. വിന്റർ ഇസ് കമ്മിങ് എന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര സന്തോഷത്തോടെ. ഗെയിം ഓഫ് ത്രോൺസിൽ വിന്റർ ഇസ് കമ്മിങ് ഒരു പേടിപ്പിച്ച് പറയുന്ന ഒരു കാര്യം. ബട്ട് വെൻ ഐ സേ വിന്റർ ഇസ് കമ്മിങ് എന്റെ ഹാപ്പി മൊമെന്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മന്ത് ആണ് ഡിസംബർ. വേറെ ഒന്നുമല്ല, ആ മന്ത് ആവുമ്പോഴേക്കും ക്ലൈമറ്റ്, പ്രകൃതി വരെ അതിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഇതാവും. ഇവിടെ ഭയങ്കര ക്ലൈമറ്റിന്റെ ഒരു ഇതുണ്ട്, വയനാട്ടിൽ ഭയങ്കര ഇതാ. അപ്പൊ ഇപ്പൊ ഇന്നലെ നോക്കിയപ്പോ ഇറ്റ്സ് ലൈക്ക് 17 ഡിഗ്രി ആയിരുന്നു, ഇപ്പൊ 15 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് ടെമ്പറേച്ചർ ഇവിടുത്തെ. അപ്പം അതിന് കുറയാറുണ്ട്. ബട്ട് ഇപ്പൊ പണ്ടത്തെ അത്ര തണുപ്പൊന്നുമില്ല. എനിവേസ്, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, ക്രിസ്മസിനോടനുബന്ധിച്ച് ഒരു സെലിബ്രേഷൻ, അത് കഴിഞ്ഞിട്ട് വീണ്ടും ന്യൂ ഇയർ. അപ്പൊ ഭയങ്കരമായിട്ടൊരു സെലിബ്രേറ്ററി ഒക്കേഷൻ ആണ് ഈ പറയുന്ന ഈ മൊമെന്റ്. അപ്പൊ ഞാൻ ഇന്നലെ ഈ സാന്റാക്ലോസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു ക്രിസ്മസ് മൂവി കാണും. ഓരോ സീസൺ അനുസരിച്ച് മൂവീസ് ഞാൻ കാണും കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു മൂവീസിന്റെ ഭയങ്കര കണക്ഷൻ ആണ് എനിക്ക്. അപ്പൊ ഞാൻ ഓരോ സീസൺ, എനിക്ക് നവംബർ മാസം ആവുമ്പോൾ തൊട്ടുള്ള ഞാൻ താങ്ക്സ് ഗിവിംഗ് മൂവീസ്, അതുപോലെ തന്നെ ക്രിസ്മസ് മൂവീസ് ഒക്കെ കാണും. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്, ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ മൂവീസ് കാണാൻ. ഒന്നുമില്ല, ജസ്റ്റ് ടു ബി ഇൻ ദ മൂഡ്, ആ മൂഡിലോട്ട് വരാൻ വേണ്ടിയിട്ട്. അല്ല, നിങ്ങൾ ഇപ്പൊ കാണുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫോട്ടോഷൂട്ട്, ചിലരങ്ങനെ ഫോട്ടോഷൂട്ട് ഒക്കെ എടുക്കും തുടങ്ങും ഈ സമയമാകുമ്പോൾ. ഉണ്ട് അങ്ങനത്തെ ആൾക്കാരുണ്ട്, ഭയങ്കര ക്രേസി പീപ്പിൾ ഉണ്ട്, ഭയങ്കര ക്രേസി. ദേ ആർ സോ ക്രേസി ഇൻ എ പോസിറ്റീവ് വേട്ടോ, ഭയങ്കര ക്രേസി ടുവേർഡ്സ് ദി സെലിബ്രേഷൻ ചിലവരൊക്കെ. പക്ഷെ എന്നെ സംബന്ധിച്ച് മൂവീസ് ആണ് എന്നെ അഡിക്റ്റഡ് ആക്കുന്നത്. സോ അങ്ങനെ ഇപ്പൊ പെട്ടെന്ന് എനിക്ക് ജിനുവിന്റെ മെസ്സേജ് കണ്ടപ്പോ എനിക്ക്, ഞാൻ ഇന്നലെ കണ്ട ക്രിസ്മസ് മൂവിയെ ജിനു പറഞ്ഞല്ലോ എന്ന് എനിക്ക് ഓർമ്മ. So that's it. Moving on, my grandfather recites beginning at age 6 inexorably. That's great. Havamole, good morning. That is said by my mother was delirious for me. That's great. You should work inexorably to achieve your goals. That's great. His career is inexorably growing. Great. Yes. That ditch uttered by Joe stood a reason in my life when I was totally lost. That's great. You have messed up the summit conducted by the government, so I'm sorry to tell you that you are shame to the entire police civilization. That's great sentence. ചേർത്തേ കൊള്ളാട്ടോ. മിസ്ലെ ഗായികെ മുളയിലെ നുള്ളിക്കളഞ്ഞു ആടാ. അത് കൊള്ളാം. യെസ്. എന്താ പ്രിയങ്ക നോ എന്ന് പറഞ്ഞ എന്ത് നോ ഉദ്ദേശിച്ച് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. Yes, Adage was explained by the candidate in a meaningful manner. That's great. Teachers said the students to reckon their marks and check if there were any mistakes. That's great. For every situation in my life, my grandfather has some adage to compare. Prudent people will always reckon the risks in life. That's great. Advance Christmas wishes. പിന്നെന്താണ് അങ്ങ് പോയത്, എന്നിട്ട് നമുക്ക് ഇവിടുന്ന് വേറെ സ്ഥലത്തോട്ട് പോവാം. Thank you, Shamase. Thank you. Same to you. My father's delirious planning over my mother was sick to my family as well. That's great. As well gap idane cherathe as well rendu vaakkanadu phrase aanu of course as well ennu kodukka. And moving on, അടുത്തോട്ട് പോകാം. അപ്പൊ നമുക്ക് ഡിഗ്രി പ്രിംസിന്റെ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തേർഡ് ബാച്ച് ആണ് ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത്, നമ്മുടെ തേർഡ് ബാച്ച് ആണ്. അപ്പൊ ഈ ഡിഗ്രി പ്രിംസിന്റെ 2 ബാച്ച് ഓൾറെഡി റണ്ണിങ് ആണ്. നമ്മുടെ 3ാമത്തെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണി വരുന്ന 21-ാം തീയതി. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ചടപടയിൽ നിന്ന് ജോയിൻ ചെയ്യാം. നമ്മുടെ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കും. നമ്മൾ കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിട്ട് നമ്മൾ പോകുന്നുണ്ട്. മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളും അതുപോലെ SCRT NCRT ബേസ്ഡ് ആയിരിക്കും. ആൻഡ് ഓഫ് കോഴ്സ് PSC ബുള്ളറ്റിൻ ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള, ഏറ്റവും നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാ രീതിയിലും. ഇനിയിപ്പോ നമുക്ക് ഒരിക്കലും എന്റെ ഒരു ബുക്ക് സോഴ്സിൽ നിൽക്കരുത്. നിങ്ങൾ കുറച്ചുകൂടെ പരന്ന വായന, റിജിൻ സാറിന്റെ വാക്കിൽ പറയുന്നത് പരന്ന വായനയിലൂടെ തന്നെ ഡിഗ്രി പ്രിംസിനെ അപ്രോച്ച് ചെയ്യാം. അതിനുവേണ്ടിയുള്ള തേർഡ് ബാച്ച് തുടങ്ങി. സ്വന്തമായിട്ട് പഠിക്കാൻ തുടങ്ങാത്തവർ തുടങ്ങിക്കോളൂ കേട്ടോ. നമുക്ക് പഠനം തുടങ്ങാനുള്ള സമയം ആയിട്ടുണ്ട്. 2400 രൂപയാണ് നമ്മുടെ കോഴ്സ് ഫീ. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ മൺഡേ ടു ഫ്രൈഡേസ് ആണ്, സാറ്റർഡേ സൺഡേ ലീവാണ്. ആ സമയത്ത് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാനുള്ള സമയമാണ്. ആൻഡ് റിവിഷൻ കാര്യങ്ങളും ക്വിസസ് ഒക്കെ ആയിട്ട് സെറ്റ് ആയിട്ട് പോകുന്ന ഒരു സെഷനാണ്. അപ്പോൾ ബാച്ചാണ്.
ലോങ് ബാച്ച് ആണ്. ഇറ്റ്സ് ലൈക്ക് എ ലോങ് ബാച്ച്. നമുക്കൊരു മെയ് മാസം വരെ ഉള്ള ഒരു ബാച്ച് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നും ആലോചിക്കണം, വന്ന് ജോയിൻ ചെയ്യുക. നമ്മുടെ ലോങ് ബാച്ച് ആകുമ്പോൾ നമ്മുടെ പഠനം കൃത്യമായിട്ട് പൊക്കോളും. അപ്പോൾ കോഡ് മറക്കണ്ട, അപ്ലൈ ചെയ്യേണ്ട കോഡ് ഡിസ്കൗണ്ടിന് വേണ്ടി അപ്ലൈ ചെയ്യുക. Y314 Y314 എന്ന കോഡ് അപ്ലൈ, ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം. അതൊരു CPO സിവിൽ പോലീസ് ഓഫീസറിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, നോക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രിലിംസ് നമുക്ക് എഴുതാം, സെറ്റപ്പ് ആക്കാം. അപ്പോൾ December 30 നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കും. ജോയിൻ ചെയ്യാം, മറക്കണ്ട. 2400 രൂപയ്ക്കുള്ളിൽ നമ്മുടെ കോഴ്സ് വരുന്നുണ്ട്. 2400 അല്ല, 1850 രൂപയാണ് ആ ഒരു എമൗണ്ട് വരുന്നുള്ളൂ. ആ ഒരു എമൗണ്ടിൽ നമ്മുടെ ക്ലാസ് വരുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി LGS വിളിക്കും, ഉടനെ തന്നെ അതിന്റെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം December 26. ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. 1700 സംതിങ് 880 ആ ഒരു ലെവലിലാണ് നിങ്ങൾക്ക് റേഞ്ചിലാണ് നിങ്ങളുടെ കോഴ്സ് വരിക. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഓർക്കുക, ഇപ്പൊ യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വിളിച്ചിട്ടുണ്ട്, യൂണിവേഴ്സിറ്റിയിലെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പോസ്റ്റുകൾ വിളിച്ചിട്ടുണ്ട്. അതുപോലെ യൂണിവേഴ്സിറ്റി LGS ഉടനെ തന്നെ വരും. അപ്പോൾ അതിനുവേണ്ടിയുള്ള പഠനമൊക്കെ ആരംഭിക്കാം. നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്നും നിങ്ങൾ തള്ളിക്കളയരുത്. അതിപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് എക്സാം ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റ് എക്സാം ആണെങ്കിലും അതൊന്നും ശ്രദ്ധിച്ചോളൂ കേട്ടോ. അതനുസരിച്ച് പഠനം, സ്വന്തമായിട്ട് പഠനം തുടങ്ങുന്നവർ പഠനം തുടങ്ങുക, അസിസ്റ്റൻസ് വേണ്ടവർ നമ്മുടെ കൂടെ വരിക, നമ്മൾ ജോയിൻ ചെയ്ത് നമ്മൾ പഠിച്ച് സെറ്റാക്കി പോകാം കേട്ടോ. അടുത്ത സെറ്റിലോട്ട് പോകാം. അടുത്ത സെറ്റ് ഏൺ ചെയ്യുക. വാട്ട് ഈസ് ഏൺ? ഏർണിംഗ് എന്ന് കേട്ടില്ല? ഏർണിംഗ് ഫോർ സക്സസ്. ഐ ആം ഏർണിംഗ് ഫോർ സക്സസ്, ഐ എം ലോങ്ങിങ് ഫോർ സക്സസ് അല്ലെ? വിജയത്തിന് വേണ്ടി നമ്മളിങ്ങനെ എന്താ പറയാ, കാത്തിരിക്കുക പറയാം. ദാറ്റ് കാത്തിരിപ്പ് പറയാം, ലോങ്ങിങ്. അതാണ് ഏർണിംഗ് എന്ന് പറയാം. അപ്പൊ ഏൺ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലോങ് ചെയ്യുക, ക്രേവ് ചെയ്യുക, ഡിസയർ ചെയ്യുക, ആഗ്രഹിക്കുക, ഓർ വോണ്ട് ചെയ്യുക, ആഗ്രഹം അല്ലെ, കവിറ്റ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഓർക്കണം, ഏൺ എന്ന വാക്കിനർത്ഥം ലോങ്, ഡിസയർ, ക്രേവ്, വോണ്ട്, കവിറ്റ് എന്നൊക്കെയാണ്. ഓർത്ത് വെച്ചോണം കേട്ടോ. ക്ലിയർ? അടുത്ത് നോക്കിയേ, സ്റ്റിന്റ്. സ്റ്റിന്റ് എന്ന നൗൺ. സ്റ്റിന്റ് എന്ന നൗണിന്റെ അർത്ഥം എന്താണ്? പീരിയഡ്. ഒരു ടൈം പീരിയഡിനെയാണ് സ്റ്റിന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ സ്ട്രെച്ച്. ആ പീരിയഡ്. സ്പെൽ, ടൈം, ടേൺ, ടേം, അതിനാണ് സ്റ്റിന്റ് എന്ന് പറയാം. സ്റ്റിന്റ്. ഇപ്പം മെസ്സിയുടെ സ്റ്റിന്റ് എന്ന് പറയും. മെസ്സിയുടെ സ്റ്റിന്റ് എന്ന് പറഞ്ഞാൽ മെസ്സിയുടെ ആ ഒരു പീരിയഡ്, മെസ്സിയുടെ ഒരു ടൈം, മെസ്സിയുടെ ഒരു ടേം എന്ന് പറയില്ലേ, അതിനാണ് സ്റ്റിന്റ് എന്ന് പറയാം. ഡ്യൂറിങ് മൈ സ്റ്റിന്റ്, എന്റെ ഒരു സമയത്ത്, എന്റെ ഒരു കാലഘട്ടത്തിൽ എന്നൊക്കെ പറയില്ല ആ ഒരു സാധനം. അടുത്ത ഇല്യൂസീവ്. ഇല്യൂസീവ് എന്ന വാക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസിംഗ് വേർഡ് വേറൊരു സാധനം വരുവേ. ഓർത്തോ, ഇല്യൂസീവിന്റെ വേറൊരു വാക്ക് പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ എപ്പോൾ ഇല്യൂസീവ് എന്ന വാക്ക് വന്നാൽ നമുക്കൊരു കൺഫ്യൂഷൻ വേർഡ് വരുന്ന ഒരു വാക്കാണ്. ഒരു സെക്കൻഡ്, ആ സ്പെല്ലിംഗ് ഒന്ന് കറക്റ്റ് ആയിക്കോട്ടെ. യെസ്, ILLUSIVE. ഇതും ഇല്യൂസീവ് ആണ്, ഇതും ഇല്യൂസീവ് ആണ്. പ്രൊനൗൺസിയേഷൻ രണ്ടിനും കറക്റ്റാണ്, രണ്ടും അഡ്ജക്റ്റീവ് ആണ്. ഈ ഇല്യൂസീവ് എന്ന് പറഞ്ഞാൽ, ഈ ഇല്യൂസീവിനാണ് എവേസീവ്, സ്ലിപ്പറി. നമ്മളെക്കൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ല, നമ്മൾ കൈവിട്ട് പോകുന്ന ഒരു പരിപാടിയില്ല, കയ്യിൽ പിടിച്ചാൽ കിട്ടില്ല. ഇറ്റ് ഇസ് ഇവേസീവ്, ചാടിപ്പോവാ. സ്ലിപ്പറി ആണ്, ഇൻട്രാക്റ്റബിൾ, പിടിക്കാൻ പറ്റില്ല, ട്രിക്കിയാണ്, മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ്സ് അൺഎബിൾ ടു ഫൈൻഡ് ഓർ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഇല്യൂസീവ്. അതിനർത്ഥമാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, അതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റില്ല, എനിക്ക് അങ്ങനെ പറയില്ലേ. ഇറ്റ് കെ നോട്ട് ബി എന്താ ഫൗണ്ട്, ആ ഒരു അർത്ഥത്തിൽ പറയുന്നത് തന്നെയാണ് ഇല്യൂസീവ് എന്ന വാക്ക് പറയാം. എന്നാൽ ഈ ഇല്യൂസീവിന്റെ അർത്ഥം അങ്ങനെയല്ല. ഈ ഇല്യൂസീവ് ഡിസീറ്റ്ഫുൾ ആണ്, തന്ത്രപരമായ എന്നൊരു അർത്ഥത്തിലാണ് അല്ലെ. ഡിസെപ്റ്റീവ് ആയിട്ടുള്ള, നമ്മളെ പറ്റിക്കുന്നതാണ് ഡിസെപ്റ്റീവ്. അതാണ് ഈ ഇല്യൂസീവിന്റെ അർത്ഥം. ഓർത്തോണേ, ഈ ഇല്യൂസീവ് രണ്ടാണ്, രണ്ടും അഡ്ജക്റ്റീവ് ആണ്, സെയിം പ്രൊനൗൺസിയേഷൻ വരുന്നതാണ്. ഞാൻ ഇലിസിറ്റ് പറയുമ്പോഴും ഇതുപോലെ പറയാറുണ്ട്. ഇലിസിറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഇലിസിറ്റ് ഉണ്ട്. ഒന്ന് ഇല്ലീഗൽ എന്നുള്ള അർത്ഥത്തിലാണ്, എന്നാൽ മറ്റേ ഇലിസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വരിക അല്ലെ, എക്സാംപ്ലിഫൈ ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ, ഇലിസിറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ. ദാറ്റ്സ് എ ഡിഫറൻസ്. അതിനടുത്ത് ഡൗട്ടി. ഡൗട്ടി എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആണ്. ഡൗട്ടി എന്ന് പറഞ്ഞാൽ ബ്രേവ്, ഫിയർലെസ്, ഡോണ്ട്ലെസ്, റിസൊല്യൂട്ട്, ഡിറ്റർമിൻഡ്. എന്താ തുനിഞ്ഞിറങ്ങിയേക്കുക എന്നൊക്കെ പറഞ്ഞ റിസൊല്യൂട്ട് ആണ്, ഡിറ്റർമിൻ ചെയ്ത് ഉറപ്പിച്ചിറങ്ങിയെന്ന് പറയില്ല, ആ അർത്ഥത്തില്ല ഡൗട്ടി എന്ന് പറയാം. ഡൗട്ടി എന്ന് പറയുന്ന ബ്രേവ്, ഫിയർലെസ്, ഡോണ്ട്ലെസ്, റിസൊല്യൂട്ട്, അതുപോലെ ഡിറ്റർമിൻഡ് എന്നൊക്കെ പറയും. ഓർത്തോ, അഡ്ജക്റ്റീവ് തന്നെയാണ്. അഡ്ജക്റ്റീവ് കുറച്ച് അധികം ഉണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ മുതൽ അഡ്ജക്റ്റീവ് കൂടുതൽ വരുന്നത്? ഇത് മൊത്തം നമ്മുടെ മെസ്സിയെ പറ്റിയും കളിയുടെ ഇതില് കാര്യങ്ങളെ പറ്റി, അവിടുത്തെ ഇപ്പൊ ഒരാളെ പറ്റി, ഒരു വ്യക്തിയെ പറ്റി, ഒരു കൺട്രിയെ പറ്റി പറയുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് കൊടുക്കും? അഡ്ജക്റ്റീവ് ആ കൊടുക്കുക അല്ലെ. നൗണിന് എപ്പോഴും കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷനെ അഡ്ജക്റ്റീവ് എന്ന് പറയും. സോ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന മൊത്തം അഡ്ജക്റ്റീവിന്റെ കോമ്പിനേഷൻ ആയിരിക്കും, വേറൊന്നും കൊണ്ടല്ല. ഇനി വരാൻ പോകുന്നതൊക്കെ മെസ്സിയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഹീസ് എ ബ്രേവ്ലെസ് പേഴ്സൺ, ഹീസ് എ ഡൗട്ടി പേഴ്സൺ എന്ന രീതിയിലാണ് വരുന്നത്. അടുത്ത ത്രൈവിംഗ്. വാട്ട് ഇസ് ത്രൈവിംഗ്? പ്രോസ്പെറസ്, ഹെൽത്തി, ഫ്ലറിഷിംഗ്, ഗ്രോയിങ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതാണ് ത്രൈവിംഗ് എന്ന് പറയാം. ത്രൈവ് ചെയ്യുന്നത് പറഞ്ഞാൽ പ്രോസ്പെർ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ല മുന്നോട്ടാ, അങ്ങോട്ട് പോകുന്ന മൊത്തം എപ്പോഴും എന്താണ്, ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഹെൽത്തി ആണ്, സക്സസ്ഫുൾ ആണ്, ഫ്ലറിഷിംഗ് ആണ്. ദാറ്റ്സ് വാട്ട് ത്രൈവിംഗ് ഇസ്. ത്രൈവിംഗിന് പല അർത്ഥം കേട്ടോ, ഞാൻ വീണ്ടും എടുത്തു പറയാണ്ട്. ത്രൈവിംഗിന് സക്സസ്ഫുൾ എന്ന് അർത്ഥമുണ്ട്, പ്രോസ്പെറസ് എന്ന് അർത്ഥമുണ്ട്, ഗ്രോയിങ് എന്ന് അർത്ഥമുണ്ട്, ഹെൽത്തി, ഫ്ലറിഷിംഗ്, അങ്ങനെ ബർജനിങ് ഒക്കെ അതെ കേട്ടോ. നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ള വാക്കുകൾ തന്നെയാണ്, അതെല്ലാം ഒന്ന് ഓർത്തിരുന്നോളാം. ഓക്കെ, യാ. അടുത്തോട്ട് പോട്ടെ. സെന്റൻസിൽ
Yes. ഗ്രൂപ്പിൽ മലയാളം ടു ഇംഗ്ലീഷ് അങ്ങനെയല്ല കൊടുത്തേക്കുന്നത്. ഇംഗ്ലീഷ് വാക്ക് അതിന്റെ മലയാളം മീനിങ് അങ്ങനെ ഒറ്റ ഒരു ഗ്ലോസറിയുടെ ഒരു ഇതേ ഉള്ളൂ കേട്ടോ. അത് PDF ആഹല്ല ഞാൻ ഉദ്ദേശിച്ചത്, അത് അവിടെ ഉണ്ട് കേട്ടോ. We can reach the summit only by hard work, otherwise we can't enjoy our success. Yes. All summits are considered not as adage and incoherence, which is reckoned inexorably somewhat delirious. All right. ക്രിസ്മസിന് സെഷൻ ഉണ്ടാവുമെന്നോ? ക്രിസ്മസിന്റെ അന്ന് സൺഡേ അല്ലേ, ഓൾറെഡി സൺഡേ ഞാൻ ലീവ് അല്ലടാ. ഇത്തവണ ക്രിസ്മസിന് ക്രിസ്മസ് എന്ത് പരിപാടിയാണ് കാണിച്ചു, കലണ്ടറിൽ ക്രിസ്മസ് കൊണ്ട് സൺഡേ വെച്ചേക്കുവാണ്. അതെനിക്ക് ഇച്ചിരി സങ്കടമായിപ്പോയി. എന്നാലും അല്ലെ, സൺഡേ ആയതുകൊണ്ട് എന്തായാലും ക്രിസ്മസിന് സെഷൻ ഇല്ല, അതാ. ഫുള്ളി ലീവ് ആയിരിക്കില്ല, സെഷൻസ് ഉണ്ട് കേട്ടോ, ക്രിസ്മസ് സെഷൻസ് ഉണ്ടാവും. The employees are inexorably attend the delirious summit. The employees are inexorably attending. The employees are inexorably attending. Continuous tense കൊടുക്കുക ജിനു. Are inexorably attending the delirious summit. ക്ലാസ് തുടങ്ങി, ബട്ട് ടെലിഗ്രാം ചാനൽ ഒന്നും ആഡ് ആക്കിയിട്ടില്ല. ശ്രീരാഗ, എനിക്കൊരു മെസ്സേജ് അയക്കോ, പേഴ്സണൽ മെസ്സേജ് അയക്കോ. നീ കോഴ്സ് പർച്ചേസ് എന്റെ സ്ക്രീൻഷോട്ട് ഒന്ന് എനിക്ക് അയച്ചു തന്നാൽ മതി, ഞാൻ നിന്നെ ആഡ് ചെയ്യാം. റിൻ ടു സെബാസ്റ്റ്യൻ ടെലിഗ്രാമിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ, ഒന്ന് അയച്ചാൽ മതി, ഞാൻ നിന്നെ ആഡ് ചെയ്തോളാം. ഓക്കെ. I'm yearning for a better job. That's great. Yearning for earning knowledge is going in this session. Yes. Could you please tell me the venue of G20 summit? That's great. I'm yearning for the world trip. Great. Elusive, deceptive, false. Yes, Gurudas. He yearned to be, her yearned to be, her yearn pattilla. Verbal leather. Adani her yearning ennu kodukada. Her longing. Shamma say enna patti. Her yearning to be a millionaire brushed aside humanity from her. I'm yearning for a better future. Great. Doughty approach towards life is a good thing. All right. The team members tried to paint a picture regarding the delirious project. Great. His haughty nature admired her. We can see how beautifully Ambedkar used British English language in our constitution in the stint of Victoria. Great. He's yearning for a thriving life. That's great. Doughty coverage of the incident by the reporter earned him a lot of praise. Spelling. Her doughty attitude ended up in making 21st century her stint. That's great. Wishing you a happy and thriving married life. That's great. During my father's stint, they were connected with people through letters. Great. Thriving life is expected by everyone. Yes. My friend staunchly underpinned me during my struggling period. Do you? Underpin cheya, support cheya. That's great. Do you, friends, that is what friends are for, alle? Do you achieve your yearn allada, yearning, shiny yearning, alle? Achieve your ennu kodukkunnadu oru verb kodukilla, gerund kodukka, your yearning. She was a doughty girl and can face any elusive problems. That's great. I suggest you a thriving relationship is most appropriate. Yes. The stint of PT Usha as the first woman president of Indian Olympics Association begins. Yes. I yearn a thriving life. That's great. It is an elusive dispute. All right. Elusive attitude of her decision regarding marriage irritated him. All right. That's it. Type on 2023 will be a thriving year for everyone. That's great, Rigid. That's great. Yearn verba. Evideyana engine out completely aano in the Shamma say. She's very doughty and stayed the course. That's great. Aduthallu povan last set for the day. Innathe last set of words vidichu. Indulgent. Endana indulgent? Indulgent nu പറഞ്ഞാൽ permissive, easy going, liberal, lenient, permissive ആണ്. പുള്ളി വലിയ പ്രശ്നമൊന്നുമില്ലെന്നേ, ഈസി ഗോയിങ് ആ. പുള്ളി കുറച്ച് ലിബറൽ ആ, കുറച്ച് ലീനിയന്റ് ആണ്. അപ്പൊ വലിയ പ്രശ്നമുള്ള ഓഫീസർ അല്ല. ഹീസ് എൻ ഇന്റലിജന്റ് ഓഫീസർ എന്ന് പറഞ്ഞാൽ പെർമിസിബിൾ ആണ്. പുള്ളിക്കാരനെ നമുക്ക് നൈസായിട്ട് ഹാൻഡിൽ ചെയ്യാം. ഈസി ഗോയിങ്, ലിബറൽ, ലീനിയന്റ്. ദാറ്റ് ഇസ് ഇന്റലിജന്റ്. നൗൺ ആണെങ്കിൽ ഇന്റലിജൻസ് കേട്ടോ. ലീനിയൻസ് എന്നൊക്കെ പറയില്ലേ, ഇന്റലിജൻസ് പറയും. ഓർത്തോണം. INDULGENCE. ENCE വാക്കുകളൊക്കെ നൗൺ അല്ലേ? അഡോളസൻസ് ഒക്കെ പറയുന്ന പോലെ. അടുത്ത adulatory. Adulatory adjective ആണ്. Adulatory means flattering, admiring, complimentary. ഒരാളെ നമ്മൾ ഭയങ്കരമായിട്ട് പുകഴ്ത്തുന്നില്ലേ, അതിനെയാണ് പുകഴ്ത്തുന്ന, അതിനെയാണ് നമ്മൾ പറയാ adulatory. ഫ്ലാറ്ററിംഗ് ആയിട്ട് നീ എന്നെ സുഖിപ്പിക്കല്ലേടാന്ന് പറയില്ല, അതാണ് adulatory. Don't shower your adulatory words in me എന്ന് പറയില്ലേ, നിന്റെ പുകഴ്ചയൊന്നും എനിക്ക് വേണ്ട പറയില്ലേ, ഫ്ലാറ്ററി ഒന്നും വേണ്ട. ഫ്ലാറ്ററിങ് അത് അഡ്ജക്റ്റീവ് ആണ്. സോ അഡ്മയറിങ്, നമ്മൾ ഒരുപാട് അഡ്ജക്റ്റീവ് ഇടുന്നുണ്ട്. കോംപ്ലിമെന്ററി എന്നൊക്കെയാണ് അഡുലേറ്ററി എന്ന വാക്കിന്റെ അർത്ഥം.
അടുത്ത റെസിലിയൻസ്. റെസിലിയൻസ് കേട്ടില്ലേ? നൗൺ ആണ് റെസിലിയൻസ്. അഡ്ജക്റ്റീവ് ആയിട്ട് വന്നാൽ റെസിലിയന്റ് പറയും അല്ലെ? റെസിലിയന്റ്, സ്ട്രോങ് എന്ന്, ടഫ്, ഹാർഡി കേട്ടില്ലേ? നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ ഡിസ്കസ് ചെയ്താണ്. റെസിലിയന്റ് ഉണ്ട് നൗൺ അല്ലെ, സോറി അഡ്ജക്റ്റീവ്. അപ്പൊ റെസിലിയൻസ് നൗണ്, റെസിലിയന്റ് ENC ഈ വാക്കുകൾ വന്നാൽ എന്താന്ന് പറഞ്ഞേ? നൗണ്. കണ്ടോ വ്യത്യാസം കണ്ടോ? ഇന്റലിജന്റും ഇന്റലിജൻസും, റെസിലിയന്റും റെസിലിയൻസും, ടഫ്നെസ്, ബോയൻസി, ഫ്ലെക്സിബിലിറ്റി, അതിനാണ് റെസിലിയൻസ് എന്ന് പറയാം. അടുത്ത ഷിമർ. ഷിമർ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു. ഷിമർ നൗൺ ഉണ്ട്, വെർബ് ഉണ്ട്. ഗ്ലിൻഡ്, സ്പാർക്കിൾ, ഗ്ലീം ഒക്കെ പറയില്ലേ? ചെറിയൊരു ഫ്ലാഷ്. അപ്പൊ അതിന് ഗ്ലിസൺ ചെയ്യുക, ഫ്ലിക്കർ ചെയ്യുക, ഇതൊക്കെ വെർബും ഒരു സാധനമാണ്. ഇതൊക്കെ ഗ്ലിസൺ വെർബ് ഉണ്ട്, ഗ്ലിസൺ നൗൺ ഉണ്ട്, ഫ്ലാഷ് നൗൺ ഉണ്ട്, വെർബ് ഉണ്ട്. ഇതെല്ലാം നൗൺ വെർബും എല്ലാം ഉള്ളതാട്ടോ. മാറി മാറി ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കാണ് ഷിമർ എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്ത് വെച്ചോണ്ട്. ഷിമർ ഒരു സ്പാർക്ക് എന്ന് പറയില്ലേ? അപ്പൊ സ്പാർക്ക് ചെയ്യുക എന്ന് പറയും, ഒരു സ്പാർക്ക് എന്ന് പറയും. സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, man's victory is just start where the dot is just starting. കേട്ടോ? where the dot is coming. ഓക്കെ, ഓർത്തോണേ. പിന്നെ ഒരു പ്രശ്നമുണ്ട്. where the dot എന്ത്? ഡോട്ടി എന്ന് പറയുമ്പോൾ എന്താ? ഡോട്ടി എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് അല്ല. അഡ്ജക്റ്റീവിന് എങ്ങനെയാണ് ദ കൊടുക്കുക? ദ ഡോട്ടി കൊടുക്കാൻ പറ്റുക. ദ ഡോട്ടി വാട്ട്? അവിടെ നൗൺ കൂടി ഇട്ട് കൊടുത്താൽ ഓക്കെ. ദ ഡോട്ടി എന്തോ, നൗൺ കൂടി ഇട്ട് കൊടുക്കുക. എന്തെങ്കിലും ദ ഡോട്ടി ബിഹേവിയർ എന്നോ അല്ലെങ്കിൽ ഡോട്ടി പേഴ്സൺ എന്നോ എന്തോ കൊടുത്താലും കുഴപ്പമില്ല. A doughty mind was to be thriving forever. All right. Yesterday I had SBPO exam. അതെ അതെ, എന്നോട് എന്താ SBPO എക്സാമിന്റെ കാര്യം പിള്ളേർ പറഞ്ഞു എല്ലാവർക്കും. നന്ദനയുടെ എക്സാം ഇന്നലെ ആയിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു എഴുതിയിട്ട്? എങ്ങനെ തോന്നി? ഇന്നലെ പറയാൻ പറ്റില്ല, കുഴപ്പമില്ല, ഇന്ന് പറഞ്ഞല്ലോ. His buttress proves to be elusive. That's great. Basil Joseph earned a lot of adulation even in the international level as a director of Minal Murli. Yes. Asian Awards അല്ലേ, പിന്നെ എന്നാ വേണം അല്ലേ? അതും പറയാതിരിക്കുമല്ല. He's a genius അക്കാര്യത്തില്. He know how to experiment with movies. അതാണ് നമ്മുടെ നാട്ടുകാരനാ, വയനാടുകാരനാ. എന്താ ചെയ്യാ, അതൊരു സന്തോഷം. കേൾക്കുമ്പോൾ തന്നെ സന്തോഷം. I got license easily as my officer was indulgent. That's great. That was an adulatory comment and I loved it. Great. Add a little confetti to the shimmer to shimmer your life. That's great. Thank you for your heinous adulatory over my family. So kindly leave me alone. It's a request. Adulatory what? Adulatory. Thank you so much for your heinous adulatory comments over my family. Adulatory adjective. I do a noun kodukkanam. Sharathe srodhikka ട്ടോ. Adulatory words made by her mother compel her to attend the interview. That's great. Smile, shine and shimmer. Great. That's great. Okay. അപ്പോൾ നമുക്ക് സെറ്റ് ആണ്, മനസ്സിലാക്കി നമുക്ക് നേരെ പോകാം നമ്മുടെ ആർട്ടിക്കിളിലോട്ട്. ലെറ്റ്സ് മൂവ് ടു ദി ആർട്ടിക്കിൾ അല്ലെ പീപ്പിൾ? ലെറ്റ്സ് മൂവ്. മനസ്സിലായെങ്കിൽ എല്ലാവരും ഒരു തംസ് അപ്പ് ഇട്ടോളൂ. മനസ്സിലായെങ്കിൽ എല്ലാവരും തംസ് അപ്പ് ഇടുക മാത്രമല്ല, വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ഇടാത്തവര്. അപ്പൊ നമുക്ക് തുടങ്ങാം. എ പ്ലാനറ്റ് ഇൻ ക്രൈസിസ്. നമ്മൾ വായിക്കാൻ പോകുന്ന ഒരു എൻവയൺമെന്റലിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ആർട്ടിക്കിൾ ആണ്. ആൻഡ് അങ്ങനത്തെ ഒരു ആർട്ടിക്കിൾ നമ്മൾ വിട്ട് കളയാൻ പാടില്ല. ഇക്കോളജി, എൻവയൺമെന്റ് അതെല്ലാം നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് വരാറുണ്ട്. അത് മാത്രമല്ല ഇതേ സാധനം നിങ്ങൾക്ക് നിങ്ങളുടെ പാസേജ് ആയിട്ട്, റീഡിംഗ് പാസേജ് ആയിട്ട് വരാറുണ്ട്. സോ അത് നമുക്ക് എന്തായാലും വായിച്ചു വിട്ടേ മതിയാവും. ഓക്കെ, അപ്പൊ വേഗം പറയുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നിർത്താം. The invigilators intelligence misused by the candidates. Invigilators intelligence was misused ചെയ്യപ്പെട്ടു. പാസീവ് കേട്ടോ മല? Giving birth to girl child was considered a curse, but it is anachronistic now and is striving for family actually. Great. He got many adulatory words after the party. Great. The judges are indulgent. Go ahead with your preparations. Great. English was easy. Okay. Reasoning good ആയിരുന്നു. Quant time taking course ആയിരുന്നു. ഓവറോൾ കൊള്ളായിരുന്നു, നന്നായി. അപ്പൊ എന്തായാലും നന്ദന ഇത്ര നാൾ പ്രിപ്പയർ ചെയ്തതിന്റെ ഗുണം ഉണ്ടായില്ല. അത് മതി. നമുക്ക് എന്തായാലും റിസൾട്ടിന് വേണ്ടി ലെറ്റ്സ് ലുക്ക് ഫോർവേഡ് ടു ദാറ്റ്. Her intelligent behavior made her to her earn adulatory comments. Great sentence. Here comes the most brilliant intelligent officer that I have never ever come across my whole life. That I have വേണം കേട്ടോ. He used adulatory words to indulgence the officer. Intelligence officer അല്ല, indulge the officer എന്ന് കൊടുത്തു. പുള്ളി ഇൻഡൽജ് ചെയ്യിപ്പിക്കാൻ, ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ എന്ന് കൊടുത്തു. അതിൽ കുഴപ്പമില്ല. ഓക്കെ, അത് ശ്രദ്ധിക്കാം. ഓൾ റൈറ്റ്, ലെറ്റ്സ് സീ. അപ്പൊ a planet in crisis അതാണ് നമ്മുടെ ആർട്ടിക്കിൾ കേട്ടോ. ലെറ്റ്സ് മൂവ്. Tangible outcomes from biological diversity convention are a long time away. അപ്പോൾ ടാഞ്ചിബിൾ ആയ ഒരു ഔട്ട്കം, റിയൽ ഔട്ട്കംസ്, അതായത് സബ്സ്റ്റൻഷ്യൽ ആയിട്ടുള്ള, റിയൽ ആയിട്ടുള്ള സോളിഡ് ഔട്ട്കംസ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി കൺവേർഷനിൽ നിന്ന്, BDCയിൽ നിന്ന് കിട്ടുക എന്ന് പറയുന്നത് ഒരുപാട് സമയം എടുക്കും എന്നാണ് പറയുന്നത്. സോ നമുക്ക് നോക്കാം എന്താണ്.
a month after the 27th conference of the parties to the UN Framework Convention on Climate Change, COP27 in Egypt. A diplomatic retinue went into a contentious huddle again to save the planet in Montreal, Canada, this time, and as the Convention on Biological Diversity, CBD. Okay, while both these conferences can trace their origins to the Rio Summit of 1992, the CBD does not get anywhere near the media attention COP commands. There are no world leaders and heads of state making grandiloquent commitments. Okay, ഒരു മാസത്തിന് ശേഷം 27ാമത് UN framework on climate change or convention on climate change എന്ന് പറയുന്ന COP27ന്റെ parties to the UN framework convention on climate change അതിനാണ് COP എന്ന് പറയുന്ന ഒരു കൺവെൻഷൻ പറയാം. Conference of the parties അതാണ് COP. Conference of the parties to the UN framework ഇത് COP27 നടന്നു. ഒരു മാസം കഴിഞ്ഞില്ല, ഏറെക്കുറെ ഒരു മാസം കഴിഞ്ഞുള്ളൂ. ഈജിപ്ത് വെച്ച സംഭവം നടന്നേ. ഈജിപ്ത് വെച്ച് നടന്ന നമ്മുടെ COP27 സമ്മിറ്റിന് ശേഷം അതൊരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കാര്യമാണ്. അതിൽ കൂടുതൽ വന്നേക്കുന്ന ആരാ? നമ്മുടെ റെപ്രസെന്റേറ്റീവ്സ് ആണ് വന്നല്ലേ. അന്ന് ഒരു കണ്ടൻഷ്യസ് ഹേർഡിൽ, ഒരു കോൺട്രവേഴ്ഷ്യസ് ഹേർഡിലാണ് വന്നേക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച്. അതിനെ നമ്മൾ എന്ത് പറഞ്ഞാലും നമുക്ക് കോൺട്രവേഴ്ഷ്യൽ ഹേർഡിലാണ്. ആൻഡ് നമ്മുടെ പ്ലാനറ്റിനെ സേവ് ചെയ്യുന്നുള്ള വലിയൊരു കാര്യം എവിടെ വെച്ച് നടന്നേ? മോൺട്രിയൽ, കാനഡ. ഇത്തവണ നടന്നത് മോൺട്രിയൽ, കാനഡ വെച്ചിട്ടാണ് കേട്ടോ നടന്നത്. ഈ സമയം നടന്നത്. ആൻഡ് അതിന്റെ കൂടെ അതിനുശേഷമുള്ള കോൺഫറൻസിനെ പറയുന്നത്. ആൻഡ് ആസ് എ ടൈം കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഇപ്പൊ അടുത്തൊരു കൺവെൻഷൻ ഈസ് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, CBDയെ പറ്റിയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പൊ ഈ രണ്ട് കോൺഫറൻസിന് ശേഷം ഒറിജിൻ നമുക്ക് എവിടേക്ക് തുടങ്ങാം? പണ്ടത്തെ ഒരു റയോ സമ്മിറ്റ് ഉണ്ടായിരുന്നു, റയോ സമ്മിറ്റ്. ആ മീറ്റിംഗിലോട്ട് നമുക്ക് ഇതിനെ കൊണ്ടുപോകാം. ഈ റയോ സമ്മിറ്റ് നടന്നെന്ന 1992. അന്ന് ഓർക്കണേ, 1992 നടന്നിട്ടും ഇന്നും ഒരു മാറ്റമില്ലാതെ ഇവിടെ ഇപ്പം നിൽക്കുവാണെങ്കിൽ നമ്മുടെയൊക്കെ ഒരു ഗ്ലോബൽ നേഷൻസിന്റെ ഒരു പോരായ്മയും ആലോചിച്ച് നോക്കണം അല്ലെ. അതിപ്പോഴും ഡസ് നോട്ട് ഗെറ്റ് എനിവർ, എവിടെ എത്തിയിട്ടില്ല. മീഡിയ അറ്റൻഷൻ കിട്ടിയിട്ടേ ഇല്ല. റയോ സമ്മിറ്റ് നടന്നപ്പോഴും മീഡിയ അറ്റൻഷൻ കിട്ടിയിട്ടില്ല, അപ്പോഴും ആരും ഒരു ശ്രദ്ധയും കൊടുത്തില്ല. അതുപോലെ തന്നെ ഇപ്പോഴും ഒരു മീഡിയ അറ്റൻഷനും കിട്ടിയിട്ടില്ല. ഡസ് നോട്ട് ഗെറ്റ് എനി മീഡിയ അറ്റൻഷൻ. ഒരു കോപ്പില് നമുക്ക് ശരിക്കും ഡിമാൻഡ് ചെയ്യുന്ന വേണ്ട അത്രയും ഒരു അറ്റൻഷൻ ഈ പറയുന്ന സമ്മിറ്റ് കിട്ടില്ല. ഇതൊരു നമ്മുടെ ഗ്ലോബൽ പ്രശ്നമാണ്. പക്ഷെ എന്നിട്ടും ഒരു വേൾഡ് ലീഡേഴ്സും ഹെഡ്സും ഒന്നും ഇതിനു വേണ്ടി വന്നില്ല. അവരുടെ കമ്മിറ്റ്മെന്റ് ഒന്ന് മാറ്റി വെച്ച് അവരാരും വന്നില്ല, ഇതിൽ പങ്കുചേരാൻ വേണ്ടി വന്നില്ല. ബിക്കോസ് ദ CBD largely continues to be framed as an environmentalist concern. വെറും ഒരു എൻവയൺമെന്റലിസ്റ്റുകളുടെ മാത്രം കൺസേൺ ആയിട്ട് അത് ഒതുങ്ങി പോവാണ്. മച്ച് ലൈക്ക് what COP used to be until the force of capitalism managed to reimagine the idea of planet being inexorably slow cooked in greenhouse gases to one that may get to be saved by renewable energy sources, and at the very least make some entrepreneurs rich. എന്നാണ് ഈ പറയുന്ന ഇതിലോട്ട് വന്നേ നോക്കണം. ഇന്ന് മുതലാണ് നമ്മുടെ COP സമ്മിറ്റിനെ ഒക്കെ കുറച്ചുകൂടെ പുറത്തോട്ട് ആൾക്കാരിലോട്ട് എത്താൻ തുടങ്ങി. ക്ലൈമറ്റ് ചേഞ്ച് എന്ന പേര് മാറ്റി, ഗ്ലോബൽ വാർമിങ്ങിനെ മാറ്റി പേര് മാറ്റി ക്ലൈമറ്റ് ചേഞ്ച് എന്ന പേരുമാക്കി COP20 വല്ലാണ്ട് സെറ്റാക്കി വന്നത് എന്ന് മുതൽ അറിയോ? എപ്പോഴാണോ ക്യാപിറ്റലിസം, മുതലാളിത്വം എന്ന് പറയില്ല, ക്യാപിറ്റലിസം ഇത് മാനേജ് ചെയ്യാൻ തുടങ്ങി. ഒരു ഗ്യാദറിംഗ്, ഒരു മീറ്റിംഗ് വെക്കുമ്പോൾ അത് ക്യാപിറ്റലിസം, പൈസക്കാരുടെ മീറ്റിംഗ് ആയി വന്നപ്പം മുതൽ അതിനെ ലോകം അറിയപ്പെടാൻ തുടങ്ങി. കാരണം എവിടെ പൈസക്കാർ കൂടും അവിടെ ഫെയിം വേണം, അല്ലെ, പേര് പ്രശസ്തി വേണം, എന്നാലേ വരുള്ളൂ. അങ്ങനെയാണ് അത് ഓൺടർപ്രണേഴ്സ് റിച്ച് ആക്കാനുള്ള ഏത് മാർഗം ഉണ്ടോ അവിടെയൊക്കെ പുറത്ത് കുറച്ച് ആൾക്കാരെ അറിഞ്ഞ് ഗ്രാൻഡ് സെലിബ്രേഷൻ അവർ കണ്ടക്ട് ചെയ്യാൻ. അപ്പോഴാണ് നമുക്ക് ഒരു ഐഡിയ മനസ്സിലാവുന്നത്, പ്ലാനറ്റ് എന്ന് പറയുന്നത് പയ്യെ സ്ലോ കുക്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നും നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കൈവിട്ട് പോകുന്ന കളിയാണ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് കാരണം അങ്ങനെ പോവാണെന്നും അതിൽ ആകെപ്പാടെ നമുക്ക് സേവ് ചെയ്യപ്പെടാൻ ഒരു മാർഗം എന്ന് വെച്ചാൽ ഇനി റിന്യൂവബിൾസ് എനർജി സോഴ്സ് ഉപയോഗിച്ചില്ലെങ്കിൽ പണി പാളും എന്നുള്ളതാണ് പറഞ്ഞു വന്നിരുന്നത്. നമുക്കറിയാം ഇതാണ് അവിടുത്തെ അവസ്ഥ. അപ്പോഴാണ് ഇത് കണ്ടു. അതല്ലാതുള്ള ഒരു റിയോ സമ്മിറ്റ് ഒന്നും ആരും ഒരു പ്രശസ്തിയോ ആരും അറിഞ്ഞുപോലും ഇങ്ങനത്തെ സമ്മിറ്റ് നടന്നത് പോലും. അതാണ് ഞാൻ പറഞ്ഞതൊക്കെ GA ആണ്. യു വിൽ ഗെറ്റ് an idea of all these things. കേട്ടോ. Unlike cyclones and melting glaciers that have become visual aids to bring home the climate crisis wrought by invisible gases, biodiversity loss continues to be largely invisible despite its victims being extremely visible. Based on current trends, the UN reckons an estimated 34,000. പറഞ്ഞു എന്ന് വെച്ചാൽ ഈ സൈക്ലോൺസും മെൽറ്റിംഗ് ഗ്ലേഷ്യേഴ്സും ഒരു വിഷ്വൽ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടാത്തത്രയും കാലം അത് പുറത്തറിയില്ല.
സൈക്ലോൺസ് ഉണ്ടാവാറുണ്ട് അല്ലെ, ഗ്ലേഷ്യേഴ്സ് മെൽറ്റ് ചെയ്യാറുണ്ട്, അത് ഇപ്പോഴും നടക്കുന്നുണ്ടല്ലോ, ഇപ്പോഴും നടക്കുന്നുണ്ട്, ദിനം പ്രതി നടക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ മിനിറ്റിന് ഗ്ലേഷ്യേഴ്സ് മെൽറ്റ് ചെയ്യുന്നുണ്ട്, ആരറിയുന്നുണ്ട്? ആരും അറിയില്ല. കാരണം അത് വിസിബിൾ ആയിട്ടൊരു സാധനം വരണം, അത് എല്ലാവരിലോട്ടും എത്തി ക്ലൈമറ്റ് ക്രൈസിസ് ഉണ്ടാക്കി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കണം. കാരണം ഇതൊരു ഇൻവിസിബിൾ ഗ്യാസിന്റെ പ്രവർത്തനമാണ്, നമുക്ക് കാണാൻ പറ്റില്ല, ഗ്യാസ് കാണാൻ പറ്റുന്നില്ല. അപ്പൊ അത് എക്സ്ട്രീംലി വിസിബിൾ ആവുന്ന ആ സന്ദർഭത്തിൽ മാത്രമേ പുറത്തോട്ടത് അറിയുള്ളൂ, അതുവരെ അറിയത്തില്ല. പയ്യെ നമ്മൾ ഭൂമി സ്ലോ കുക്ഡ് ആയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞില്ലേ, ഇറ്റ്സ് ലൈക്ക് എ സ്ലോ പോയിസൺ. അപ്പൊ ഇപ്പോഴത്തെ കറണ്ട് ട്രെൻഡ് അനുസരിച്ച് യുഎന്റെ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്ന എങ്ങനെയാണ്, നമ്മുടെ എസ്റ്റിമേറ്റ് കണക്കനുസരിച്ച് ഒരു 34,000 പ്ലാനറ്റ് ആൻഡ് 34,000 പ്ലാനറ്റ് ആൻഡ് ആനിമൽ സ്പീഷീസ്, 34,000 പ്ലാന്റ് ആൻഡ് ആനിമൽ സ്പീഷീസ്, 34,000 പ്ലാന്റും 5,200 5,200 ആനിമൽ സ്പീഷീസും ഇൻക്ലൂഡിംഗ് 1 in 8 of the world's bird species face extinction. നമ്മളിപ്പോ ഭൂമിയുടെ സന്തുലിതാവസ്ഥ എന്നൊക്കെ പറയില്ലേ, ഇതില് ഈ എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത് വലിയൊരു പരിപാടിയാണ്. ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടാവുക, തുടച്ചു നീക്കപ്പെടുക, റാഡിക്കേറ്റ് ചെയ്യപ്പെടുക എന്നൊക്കെ നമ്മൾ പറയില്ലേ. പണ്ട് ഡിനോസേഴ്സ് അല്ലെ ഉണ്ടായിരുന്ന കാലഘട്ടത്തില് അവര് ഉണ്ട് എന്ന് പറയുന്നത്, അതിന്റെ ട്രേസസ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്കതൊക്കെ ഒരു കെട്ടുകഥ മാത്രമാണ്. ബിക്കോസ് എന്തുകൊണ്ടാണ് അത് എക്സ്റ്റിങ്ക്ട് ചെയ്യപ്പെട്ട, ഭൂമിയിൽ നിന്ന് എക്സ്റ്റിങ്ക്ട് ചെയ്യപ്പെട്ടെന്ന് പറയണേ, മീറ്ററായിട്ട് ഹിറ്റ് ചെയ്യുന്നു, അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നു. എനിവേസ്, അപ്പൊ പറഞ്ഞ കാര്യത്തിൽ നോക്കുക, ഇതില് അനിമൽ സ്പീഷീസും ബേർഡ് സ്പീഷീസും പ്ലാന്റ് സ്പീഷീസും എല്ലാം എന്തുകൊണ്ടിരിക്കുകയാണ്, അതിൽ 1 in 8 ഓഫ് ദ വേൾഡ് സ്പീഷീസ്, ഒരു 1/8 ബേർഡ് സ്പീഷീസും ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. 1/8 ഓഫ് ബേർഡ് സ്പീഷീസും എക്സ്റ്റിങ്ഷനിലോട്ട് വക്കിലാണ് നിൽക്കുന്നത്. they face extinction, വക്കിലല്ല, they face extinction. അപ്പോ ആ ഒരു അവസ്ഥ നിൽക്കുക. നമ്മൾ മനുഷ്യർക്ക് പ്രശ്നമില്ലല്ലോ, മനുഷ്യർക്ക് ഇതൊന്നും പ്രശ്നമില്ല. ഈ പറയുന്ന എല്ലാം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഭൂമിയിൽ മനുഷ്യരുടെ എന്താ പറയാ നിലനിൽപ്പിനെ അത് ബാധിക്കുള്ളൂ. ഇറ്റ്സ് എ വെരി സീരിയസ് കൺസേൺ. About 30% of breeds of main farm animal species currently at high risk of extinction. Forests are home to much of the non-terrestrial biodiversity, but about 45% of the Earth's original forests are gone, cleared mostly during the past century. Yet, because much of this extinction is not finally accounted for as a rise in per capita carbon emissions or temperature swings, it fails to evoke the urgency it deserves. In this light, India's stance, that is, of not wanting hard targets on proposals such as reducing the use of pesticides, given that their effects on impacting biodiversity. നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ, നമ്മൾ ഈ പറയുന്ന ആൾക്കാർ അല്ലെ ഫോറസ്റ്റ് ഇല്ലാതാവുന്നു, അതിന്റെ കാരണം പിന്നെ ഗ്യാസ് അല്ല, വേറെന്തോ കാരണം എന്ന് നമ്മൾ വിചാരിക്കുന്നത്രോളം കാലം അതിന്റെ ഒരു സീരിയസ് കൺസേൺ ആയിട്ട് നമ്മൾ കരുതില്ല. കാരണം എന്ന് വെച്ചാൽ 30%, ഓർക്കണേ, 30% ഓഫ് ഫാം ആനിമൽസ് ഇല്ലേ, നമ്മൾ പറയില്ലേ, നമ്മുടെ വളർത്തുമൃഗങ്ങൾ, ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഫാം ആനിമൽ സ്പീഷീസ് ഇല്ലേ, അതിൽ 30% ആനിമൽസിന്റെ ബ്രീഡ്സും എക്സ്റ്റിങ്ഷന്റെ വക്കിലാണ്, എക്സ്റ്റിങ്ക്ട് ചെയ്യപ്പെടാനുള്ള വക്കിൽ നിൽക്കുക, ഓൺ ദ വേർജ് ഓഫ് എക്സ്റ്റിങ്ഷൻ നിൽക്കുവാണ്. ഇത്ര കാലം വരെ നമ്മൾ എക്സ്റ്റിങ്ഷൻ പറയുന്ന വൈൽഡ് ആനിമൽസിനെ പറ്റിയാണ്. ഇപ്പോൾ ഉള്ള പല ബ്രീഡുകൾ ഓഫ് ഫാം ആനിമൽസും സ്പീഷീസും ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആകെ 30% ഇല്ലായ്മയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബാക്കിയുള്ളതിനെ വലിയ പറയണ്ട. ഫോറസ്റ്റ് ക്ലിയർ ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്, ഒരുപാട് ഫോറസ്റ്റ് ക്ലിയർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ 45% ഓഫ് ഫോറസ്റ്റ്, നിങ്ങളൊന്ന് ആലോചിക്കട്ടെ, ഏറെക്കുറെ പകുതി ശതമാനം ഒറിജിനൽ ഫോറസ്റ്റ് ഇപ്പൊ ഇല്ല. ഒറിജിനൽ ഫോറസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഇവിടെ ഇല്ല, അതൊന്നും ഇപ്പൊ ഇല്ല. 40% ഇല്ലാണ്ടായി കഴിഞ്ഞൊരു സെഞ്ചുറിയിൽ, പാസ്റ്റ് സെഞ്ചുറിക്കുള്ളിൽ, കഴിഞ്ഞ 100 വർഷത്തിനുള്ളിൽ. എന്നിട്ടും നമ്മൾ ഇതിനെ വലിയ കാര്യമായിട്ട് അക്കൗണ്ട് ചെയ്യപ്പെട്ടില്ല. എന്തുകൊണ്ടാണ്? കാര്യം ഇത് പെർ ക്യാപിറ്റ ടോട്ടൽ കാർബൺ എമിഷൻ കാരണമാണോ അല്ലെ ടെമ്പറേച്ചർ സ്വിങ്സ് കാരണമാണോ പ്രൂവ് ചെയ്യപ്പെട്ടിട്ടോ അങ്ങനെയുള്ള കാര്യമൊന്നും അല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെ വലിയ കാര്യമായിട്ട് എടുക്കില്ല. ഇറ്റ്സ് നോട്ട് an urgent matter. അതിനെ വലിയ urgency ഇവോക്ക് ചെയ്യേണ്ട കാര്യമില്ല, അത് ഡിസേർവ് ചെയ്യുന്നില്ല എന്നാണ് എല്ലാം ഗ്ലോബലി, ഇറ്റ്സ് കൺസിഡർഡ് ഗ്ലോബലി. അതാണ് പ്രോബ്ലം. ആ സന്ദർഭത്തിൽ ഇന്ത്യയുടെ സ്റ്റാൻസ്, ഇന്ത്യയുടെ ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് നോട്ട് വോണ്ടിങ്, ഇന്ത്യ വേണ്ട എന്ന് വെച്ചേക്കുവാണ്, ആവശ്യപ്പെടുന്നില്ല. എന്ത് ഹാർഡ് ടാർഗറ്റ് എടുക്കുന്നില്ല. എന്ത് കാര്യത്തിലാണ് ഇന്ത്യ ഹാർഡ് ടാർഗറ്റ് എടുക്കാത്തത്? പെസ്റ്റിസൈഡ്സിനെ കുറയ്ക്കണം, ഉപയോഗം കുറയ്ക്കണം. അതുകൊണ്ടാണ് പല ബ്രീഡ് ഓഫ് ഫാം ആനിമൽസും ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ റിഡക്ഷൻ വേണം, പെസ്റ്റിസൈഡ്സിന്റെ ഉപയോഗത്തിൽ നല്ല റിഡക്ഷൻ വേണം, നമ്മൾ കുറച്ചുകൂടെ ഓർഗാനിക് ഫാമിങ്ങിലോട്ട് വരണം എന്ന് പറയുമ്പോൾ അത്ര ഹാർഡായിട്ട് അതിന് ഇമ്പോസ് ചെയ്യാൻ, ഹാർഡ് കോഡ് റൂൾ ഇമ്പോസ് ചെയ്യാന്നുള്ളതിന്റെ ആ ഒരു, അല്ലെങ്കിൽ ടാർഗറ്റ് വേണ്ടാന്ന് ഇന്ത്യ വെക്കുമ്പോൾ അത് എത്ര ലൂസ് ആയിട്ട് ഇന്ത്യ വിടുന്നത് നോക്കിയേ. ഇന്ത്യയുടെ ആ ഇന്റലിജൻസ്, ലീനിയൻസി, പാവം വെറുതെ വിട്ടേക്കാം അല്ലെ, കാര്യമില്ല, കുഴപ്പമില്ല, ആൾക്കാർ ഉപയോഗിച്ചോട്ടെ, പാവങ്ങളല്ലേ, കൃഷിക്കാർ ഉപയോഗിച്ചോട്ടെ, പെസ്റ്റിസൈഡ്സ് അല്ലെ, എന്താ ഇപ്പൊ എന്തിന് നമ്മള് പെസ്റ്റിസൈഡ്സ് തന്നെ പലയിടത്തും സബ്സിഡൈസ് ആയിട്ട് കൊടുക്കുന്നവരുണ്ട്. അപ്പൊ അതിനൊക്കെ ഗവൺമെന്റ് അനുമതി കൊടുക്കണമുണ്ട്, ഗവൺമെന്റ് തന്നെ അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന പരിപാടികളാണ് പലതും നടക്കുന്നത്. അപ്പൊ ഇതും ഇതിന്റെ ഇഫക്ട്സും
impacting on biodiversity are documented, and conserving 30% of land and sea seems anachronistic, particularly when it sees itself as a champion of conservation and living in harmony with nature. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ഇങ്ങനെ ഒരു കാര്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്യപ്പെടുമ്പോഴും 30% ലാൻഡും സീയും അനക്രോണിസ്റ്റിക് ആയി പോയി, പണ്ട് ഔട്ട്ഡേറ്റ് ആയി പോയി. ഇനിയിപ്പോ നമുക്കത് അത് പണ്ടായിരുന്നു 30% ഓഫ് ലാൻഡ് ആൻഡ് സീ എന്ന് പറയുന്നത്. കൺസർവേഷനിലോട്ട് കൊണ്ടുവരുന്നു, നേച്ചറുമായിട്ട് ഹാർമണി ആയിട്ടിരിക്കുന്നു എന്നുള്ളതൊക്കെ പണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ കഴിഞ്ഞു പോയി. അത് കാലഘട്ടം, അതിപ്പോ നമുക്കറിയാം അതൊരു കെട്ടുകഥയായി മാറിയിരിക്കുന്ന ഒരു കാലമാണ് ഇപ്പൊ ഈ പറയുന്ന ഒരു കാലം. അപ്പോ അതിനെ തിരിച്ചു പിടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും, പക്ഷെ ഉള്ളതിനെ തിരിച്ച് നമുക്ക് പിടിച്ച് വേറൊരു ലെവലിലോട്ട് കൊണ്ടുവരാനുള്ള ഒരു പറ്റില്ല, കാരണം മനുഷ്യനെ കൊണ്ട് കൂട്ടിയ കൂടില്ല. ബട്ട് ഉള്ളതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന പറയുന്നത് വലിയ ഇഷ്യൂ ആണ്. അതിനുവേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഇറ്റ്സ് എ വെരി വെരി സെൻസിറ്റീവ് ഇഷ്യൂ. While India adopting a negotiating tack from climate conferences has argued that different nations have different levels of responsibility towards biodiversity conservation, which requires richer nations to be more generous funders of global conservation efforts. It is well known that such demands are a dead end unless countries agree to definite targets. What cannot be measured, as the adage goes, cannot be understood or addressed. Elizabeth Maruma Mrema, executive, നമ്മൾ നോക്കാം, പറഞ്ഞു വരുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മളെ കൊണ്ട് കൂട്ടിയ കൂടുന്നതല്ലല്ലോ, അതാണ് പ്രശ്നം. ഇനിയിപ്പോ ഉള്ളതിനെ നമുക്ക് ഇത് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു നെഗോഷിയേറ്റിംഗ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റിലോട്ട് വന്നില്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് അത് ബുദ്ധിമുട്ടാണ്. നമ്മൾ നമ്മുടെ കാര്യം നോക്കണമല്ലോ, ഇല്ലേ പണിമാളവേ. അപ്പം ക്ലൈമറ്റ് കോൺഫറൻസിലൊക്കെ നെഗോഷിയേറ്റിംഗ് ടാക്കിലോട്ട് വരുമ്പോൾ പല രാജ്യക്കാരും എന്താ ഇന്ത്യ ആർഗ്യൂ ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ? എല്ലാ കൺട്രീസിനും പല ഇതല്ലേ, കാരണം ഓരോ കൺട്രീസിന്റെയും സാമ്പത്തിക ഒരു ഇതുണ്ടല്ലോ, കേപ്പബിലിറ്റി ഉണ്ടല്ലോ, അതനുസരിച്ചല്ലേ, കപ്പാസിറ്റി അനുസരിച്ചല്ലേ നമുക്ക് ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടി ഫണ്ട് ഇറക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഡിഫറെന്റ് ലെവൽസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആണ് ബയോഡൈവേഴ്സിറ്റി ഉള്ളതെന്നൊക്കെയാണ് ഇന്ത്യ പറയുന്നത്. അത് ശരിയാണ്, റിച്ച് നേഷൻസിന് കുറച്ചുകൂടി പൈസ കൊടുക്കാം, ഫണ്ട് കുറച്ചുകൂടി കൊടുക്കാം എന്നൊക്കെ. പക്ഷെ അങ്ങനെ ഒരു പ്രോബ്ലം, അത് നടക്കുകയില്ലാത്തൊരു കാര്യം. നമ്മൾ ട്രൈ ചെയ്താൽ COP26 നടക്കുന്ന കാര്യം, ഗ്ലാസ്ഗോയിൽ വെച്ചിട്ട് നടക്കുന്ന കാര്യമല്ല. കാര്യം വെച്ചാൽ അതിന് ഒരു ഡെഫിനറ്റ് ടാർഗറ്റ്, നമ്മൾ കൃത്യമായിട്ടൊരു ഡെഫിനറ്റ് ടാർഗറ്റ് കൊടുത്താൽ മാത്രം, ഇല്ലാതെ റിച്ച് നേഷൻസ് പ്രൊവൈഡ് ചെയ്യണേ എന്ന് പറഞ്ഞാൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അങ്ങനെയാണ് നടക്കുകയുള്ളൂ കാര്യങ്ങൾ. ഇറ്റ് കൻ നോട്ട് ബി ഗിവൺ. such demands are dead end. അത് ഡെഡ് എൻഡ് ആയി നിൽക്കുകയുള്ളൂ. അത് ഇങ്ങോട്ട് പ്രാവർത്തികമാകപ്പെടാറില്ല പലപ്പോഴും. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം, വാട്ട് കൻ നോട്ട് ബി മെഷേർഡ്, അളന്നല്ലേ, കളഞ്ഞാൽ അളന്നു കളയണം എന്നൊരു പറച്ചിലുണ്ട്. അതുപോലെ അളക്കാൻ പറ്റാത്തത് കനോട്ട് ബി അണ്ടർസ്റ്റുഡ് ഓർ അഡ്രസ്ഡ് എന്നാണ് ഒരു പ്രോവർബ്. വാട്ട് കനോട്ട് ബി മെഷേർഡ്, അളക്കാൻ പറ്റാത്തത് കനോട്ട് ബി അണ്ടർസ്റ്റുഡ്. നമുക്ക് അളക്കാൻ പറ്റാത്ത കാര്യം ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അണ്ടർസ്റ്റുഡ് അല്ല, അത് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല എന്നാണ് ഒരു പ്രോവർബ് പറയാൻ. അപ്പോൾ അളന്ന് തന്നെ പറയണം അവരോട്, അളന്ന് ഇത്രയും എമൗണ്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇന്ന കാര്യം കൊടുക്കണം, ഒരു ഡെഫിനറ്റ് എമൗണ്ട് കൊടുത്താൽ മാത്രമേ ആ കൺട്രീസ് അത് പ്രൊവൈഡ് ചെയ്യുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എലിസബത്ത് മറുമ ബ്രഹ്മ എക്സിക്യൂട്ടീവ് ആണ് ഈ പറഞ്ഞ നമ്മുടെ കോൺഫറൻസിന്റെ, ഇപ്പൊ ഈ നടന്ന കോൺഫറൻസിന്റെ സെക്രട്ടറി ഓഫ് ദ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആണ് ഓഫ് ദി സിബിഡിയുടെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആയ ബ്രഹ്മ പറയുന്നത്, ഹാസ് ഡിസ്ക്രൈബ് ദ നെഗോസിയേഷൻ ആസ് വൺ ഷുഡ് റിസൾട്ട് ഇൻ പാരീസ് മൊമെന്റ് ഫോർ നേച്ചർ. ഇതൊരു പാരീസ് മൂവ്മെന്റ് ഫോർ നേച്ചർ ആയിട്ട് അഡ്രസ് ചെയ്യണമെന്നാ പറയുന്നത്. വൈൽ ദിസ് വാസ് നോട്ട് ക്വൈറ്റ് വാട്ട് ഹാപ്പൻഡ്. പുള്ളിക്കാരി പറഞ്ഞത് അങ്ങനെയാണ്, അഡ്രസ് ചെയ്യപ്പെട്ട അങ്ങനെയാണ്, പക്ഷെ അതല്ല നടന്നത്. അവിടെ ആ കോൺഫറൻസിൽ അതല്ല നടന്നത്. കൺട്രീസ് ഹാവ് അഗ്രീഡ് ഓൺ പ്രിപ്പയറിംഗ് കോൺക്രീറ്റ് റോഡ് മാപ്സ് ബൈ 2024. 2024 വരെ റോഡ് മാപ്പ് കറക്റ്റ് റോഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യും എന്ന് അഗ്രി ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ റിച്ചർ വൺസ്, പൈസക്കാരായ കൺട്രീസ് എന്ന് പറഞ്ഞു, കമ്മിറ്റിംഗ് $30 billion എടുക്കാം അതിനുവേണ്ടി പെർ ആനം. ഓരോ വർഷവും $30 billion ഞങ്ങൾ എടുക്കാം ബൈ 2030. 2030 $30 billion ഞങ്ങൾ ഫണ്ട് ചെയ്യാം ഇതിനുവേണ്ടി, ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള എടുക്കാം. ബട്ട് വളരെ സീക്കിംഗ് ടാഞ്ചിബിൾ ഔട്ട്കംസ് ഇസ് എ ലോങ് ടൈം. നമ്മളൊരു ഇതൊക്കെ ഒരു താൽക്കാലിക ആശ്വാസമാണ്. സോളിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള ഔട്ട്കംസ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കാലം എടുക്കും ഇത് വരാൻ വേണ്ടിയിട്ടെന്നാണ് പറഞ്ഞത്. സോ ഇറ്റ്സ് ആൻ അനലിറ്റിക്കൽ ആർട്ടിക്കിൾ. ശരിക്കും പറഞ്ഞാൽ അനലിറ്റിക്കൽ ആണ്, പിയേഴ്സിംഗ് ആർട്ടിക്കിളാണ് ശരിക്കും പറഞ്ഞാൽ, ഇൻസിസീവ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മളെ ശരിക്കും കുത്തുന്നുണ്ട്. അതിൽ കറക്റ്റ് അനലൈസ് ചെയ്യുകയാണ്, ശരിക്കും യാഥാർത്ഥ്യം എന്താണ് ഇപ്പൊ ഇപ്പോഴത്തെ എന്താണ് നടക്കുന്നത് എങ്ങനെയാണെന്നുള്ള കൃത്യം അനലൈസ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണ്. ഇറ്റ് ഈസ് എ വെരി സെൻസിറ്റീവ്, അതേപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ആർട്ടിക്കിളാണ്. ഓർത്ത് വെക്കുക, ക്ലൈമറ്റ് ചേഞ്ച് ഇസ് സോ റിയൽ, ക്ലൈമറ്റ് ചേഞ്ച് ഇസ് സോ റിയൽ. ഓക്കെ, ഓർത്ത് വെച്ചോളാം. മനസ്സിലായോ? നമുക്ക് മനസ്സിലാക്കി ഒരു തംസപ്പ് ഇട്ടോളൂ. നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റനിലോട്ട് പോകാം കേട്ടോ. അങ്ങനെയാണ് ക്വസ്റ്റനിലോട്ട് ഞാൻ കൊണ്ടുപോകണം നിങ്ങളെ. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് കൗൺസിൽ മെമ്പേഴ്സ് മസ്റ്റ് ഡു മോർ മേക്ക് ദ ഇൻഡയറക്ട് ടാക്സ് റെഷ്യൂം മച്ച് ഇഫക്റ്റീവ്. ഇതിലെ ആൻസർ ഒന്ന് പറയാമോ? പെട്ടെന്ന് ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞു.
ആൻസർ പറഞ്ഞ പിള്ളേരെ. ആൻസറിലോട്ട് വരുമോ? വളരെ സിമ്പിൾ ആയ ക്വസ്റ്റൻ. ഇത് എക്സാമിന് വരാറുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ. യെസ്, വെരി ഗുഡ്. എന്താ നോക്കിയേ, ഇഫക്റ്റീവ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കൊടുത്തേക്കുന്നത് വെച്ചാല് പോസ്റ്റ് ഡിഗ്രി ആണ്, എഫക്റ്റീവ് ആണ് എന്ന് പറയാണ്. മറ്റൊരിക്കലും നമ്മൾ പോസ്റ്റ് ഡിഗ്രിയുടെ കൂടെ ഉപയോഗിക്കില്ല. പോസ്റ്റ് ഡിഗ്രിയുടെ കൂടെ നമുക്ക് മോർ ഉപയോഗിക്കാം. അതിന് വേണ്ടി നമുക്ക് എന്താക്കാം, സെക്കൻഡ് ഡിഗ്രി ഓഫ് കമ്പാരിസണിലോട്ട് ആക്കാം മോർ. ദാ ഡു മോർ ടു മേക്ക് ദി ഇൻഡയറക്ട് ടാക്സ് റെഷിപ്പ് മോർ എഫക്റ്റീവ്, കൂടുതൽ എഫക്റ്റീവ് ആക്കുക. ഇവിടെ മോർ എന്നുള്ളതാണ് വേണ്ടത്. ദാറ്റ്സ് ഇറ്റ്. മച്ച് മോറും കറക്റ്റ് ആട്ടോ. മച്ച് മോറിലും തെറ്റില്ല, മച്ച് മോറും കറക്റ്റ് ആണ്. മോർ എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ക്വസ്റ്റൻ പഠിച്ചോളൂ. ടു ദിസ് വേൾഡ് കപ്പ് ആൻഡ് despite of the shock loss to Saudi Arabia in its first match, Argentina found a throbbing spine in Messi. ഇതാണ് നമ്മുടെ സെന്റൻസ്. ലുക്ക് അറ്റ് ദ സെന്റൻസ്. ഒരു എറർ ഉണ്ട്, വളരെ കോമൺ ആയിട്ടുള്ള വരുന്ന ഒരു എറർ ആണ്. ലുക്ക് അറ്റ് സെന്റൻസ് ആൻഡ് ടേക്ക് എ സ്ക്രീൻഷോട്ട്. ആൻസർ എനിക്ക് കോമന്റ് സെക്ഷൻ തരാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ വേഗം ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ പേര് KPSC ഷോർട്ട് സെലക്ഷൻ, അതുപോലെ NADA 24/7 കേരള സെൻട്രൽ എക്സാംസ്. അപ്പോൾ കണക്റ്റഡ് ആയിരിക്കുക. നിങ്ങൾക്ക് നോട്ട്സ്, PDF, അതുപോലെ നിങ്ങൾക്ക് ഡെയിലി വേർഡ്സ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയാ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ബുള്ളറ്റിൻ പോയിന്റ്സ് ഒക്കെ കിട്ടാനും നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടാൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടാൻ മറക്കണ്ട, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. കോമന്റ് സെക്ഷനിൽ ആൻസർ ഇടണേ. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും പങ്കുവെക്കാം. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഹാവ് എ വണ്ടർഫുൾ ഡേ പീപ്പിൾ. താങ്ക് യു സോ മച്ച്. ബൈ.